ആരാ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നേ? ഷീലേ, ആ ഫോണിങ്ങെടുത്തേ. ആരാ ഈ അസമയത്ത്? അറിയില്ല. പോലീസുകാരനായാൽ പാതിരാത്രിക്ക് വിളിച്ചാലും പോകേണ്ടി വരും. ഹലോ, ആനന്ദൻ സ്പീക്കിംഗ്. എത്രയും പെട്ടെന്ന് മാനന്തവാടി കോളനിയിൽ എത്തണം. ഇറ്റ്സ് അർജന്റ്. ആരായി വിളിക്കുന്നേ? ഷോ, കട്ടായി. ഷീല, ഞാൻ പുറത്തുപോയിട്ട് വരാം. ഉം, ടേക്ക് കെയർ. ആനന്ദൻ അതിവേഗതയിൽ വണ്ടി ഓടിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വന്തം ജോലിയോട് ആത്മാർത്ഥതയുള്ളവനാണ് ആനന്ദൻ. മാനന്തവാടി കോളനി, ഹൗസ് നമ്പർ 3. ആനന്ദൻ ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ളിലെത്തി. അപ്പോഴാണ് അവിടെ വയറിൽ കത്തികൊണ്ട് കുത്തിക്കേറി കിടക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയെ കണ്ടത്. കണ്ടതും ആനന്ദന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. പെട്ടെന്ന് മറ്റുള്ള പോലീസുകാരെ വിളിച്ചു വരുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. കോളനിയിൽ നിന്ന് ആ സ്ത്രീയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രഗ്നന്റ് ആയിരുന്നു എന്നറിഞ്ഞത്. ലീന എന്നാണ് പേരെന്നും ഭർത്താവ് ഗൾഫിലാണ്, 2 ദിവസം കഴിഞ്ഞാൽ വരുമെന്നും അറിയാനിടയായി. അത് കേട്ടതിന് ശേഷം മൊത്തത്തിലുള്ള നിശബ്ദതയായിരുന്നു ആനന്ദിന്. വീട്ടിലെത്തിയിട്ടും മനസ്സ് മൊത്തം ഇന്ന് കണ്ടതും കേട്ടതുമായിരുന്നു. എങ്ങനെയൊക്കെയോ വൃത്തിയായി വന്ന് കിടന്നു. ഉരുണ്ടും മറിഞ്ഞു കിടന്നിട്ടും ഉറക്കം വന്നില്ല. അതിരാവിലെ തന്നെ ആനന്ദൻ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. സ്റ്റേഷനിലെത്തിയതും കേൾക്കുന്നത് ആ കേസിന്റെ ലീഡിംഗ് ചാർജ് കിട്ടിയത് ആനന്ദിനാണെന്നതാണ്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഇന്ന് രാവിലെ 11 മണിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു. ആനന്ദും കോൺസ്റ്റബിൾ രാജനും കൂടി മീറ്റിംഗിന് പോയി. അതിൽ പങ്കെടുക്കുന്നത് SI സഞ്ജയ് സാറും CI മാൽവിൻ സാറുമാണ്. ഈ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന് ഇനി വരാനുള്ള ദിവസങ്ങൾ അതിഭീകരമാണ് എന്ന ബോധമുണ്ടായിരുന്നു. ലീനയ്ക്ക് ബന്ധുവായി അനിയത്തിയും അമ്മയുമാണുള്ളത്. മകളുടെ വേർപാടിൽ മനംനൊന്തിരിക്കുന്ന അമ്മയെയാണ് അവർ കണ്ടത്. ഒച്ചയനക്കമൊന്നുമില്ലാതെ 2 മൂലയിലായി ഇരിക്കുന്ന അവരെ കണ്ട് അലിവ് തോന്നിയ ആനന്ദൻ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്നും പോയി. അവർ ലീനയെ കാണിച്ചിരുന്നത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലാണ്. അവർ പിന്നെ പോയത് അവിടേക്കായിരുന്നു. ലീനയെ കാണിച്ചിരുന്ന ഡോക്ടർ മാലതിയെ അവർ കണ്ടു. അവളുടെ പ്രഗ്നൻസിയിൽ ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നും ഡോക്ടർ മാലതി അവരോട് പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മാലതി ആ ഹോസ്പിറ്റലിലെ ഏറ്റവും മികച്ച ഡോക്ടർ തന്നെയായിരുന്നു. അവർ ആനന്ദിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ലീന ഡോക്ടർ മാലതിയെ കാണാൻ വന്ന സമയങ്ങളും ആ സമയത്തുള്ള എല്ലാ CCTV ഫോട്ടോസും ആനന്ദിന് നൽകി. ആനന്ദും രാജനും കൂടി അവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. സംശയാസ്പദമായ ഒന്നും അവർ അതിൽ കണ്ടില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടാളും നല്ല രീതിയിൽ ക്ഷീണിച്ചിരുന്നു. പിന്നീട് അവർ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു. അവിടെ ഡെഡ് ബോഡി ആദ്യം കണ്ട ശശിധരൻ എന്ന പാൽക്കാരനും പിന്നീട് അവിടേക്കെത്തിയ ജാലിൻ എന്ന പള്ളിയിലച്ഛനും എത്തിയിരുന്നു. മരിച്ചു കിടക്കുന്ന ശവശരീരം മാത്രമാണ് അവർ കണ്ടതെന്നും മറ്റെന്തെങ്കിലും ശബ്ദമോ അടയാളമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നതാണ് മൊഴിയിലുള്ളത്. വൈകുന്നേരം പാൽ കറന്ന് രാത്രി 7 മണിക്കാണ് മിന്മയിലേക്ക് പാൽ കൊടുക്കുന്നത്. എന്നും തിരിച്ചു വരുന്ന വഴി അനിയത്തിയുടെ വീട്ടിൽ കയറിയതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ 9:30 10 മണിയായിരുന്നു എന്നും പറഞ്ഞു. ജാലിൻ അനാഥാലയത്തിൽ പോയി വരുന്ന സമയമാണ് ഇതെന്നാണ് പറഞ്ഞത്. ശശി വിളിക്കുന്നത് കേട്ടാണ് അങ്ങോട്ട് ചെന്ന് നോക്കുന്നതെന്നും അപ്പോഴാണ് ലീനയുടെ മോളുടെ ശവശരീരം കാണാനിടയായതെന്നും പറഞ്ഞു. പിന്നീട് അടുത്തുള്ള വീടുകളിലൊക്കെ അറിയിക്കുകയായിരുന്നു എന്നുമാണ് മൊഴിയിൽ പറഞ്ഞത്. അതിൽ നിന്നും ആനന്ദിനും രാജനും കിട്ടാനായി ഒന്നുമില്ലാത്തതുകൊണ്ട് വീണ്ടും വേണ്ടി വന്നാൽ കാണാമെന്നും പറഞ്ഞ് വെറുതെ വിട്ടു. സമയം അപ്പോഴേക്കും നന്നായി വൈകിയിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്ന് വിവരം അറിഞ്ഞു. അത് ചെക്ക് ചെയ്തപ്പോൾ അതിലുള്ള റിവ്യൂ ഇങ്ങനെയായിരുന്നു. 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് മരണം സംഭവിച്ചതെന്നും റോപ്നിഹോൾ എന്ന മാരകമായ ഫ്ലൂയിഡ് അവളുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും പിടിവലി നടന്നതായുള്ള അടയാളമോ കനമുള്ള വസ്തു കൊണ്ടുള്ള മുറിവോ അതിൽ കാണുന്നില്ല എന്നും അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് മരണകാരണമായി പറയുന്നത് കത്തി കൊണ്ടുള്ള അധികം നീളമില്ലാത്ത എന്നാൽ മരണത്തിന് കാരണമാകാൻ മാത്രം ആഴമുള്ള മുറിവാണ്. ഇതിൽ നിന്നും ആനന്ദനും രാജനും അവളെ ആരെങ്കിലും കത്തികൊണ്ട് കുത്തിയതാവാം എന്ന നിഗമനത്തിലെത്തി. എങ്കിലും ഇനിയും റിപ്പോർട്ട് കിട്ടാനുള്ള അവസരത്തിൽ അവരുടെ നിഗമനത്തെ അവർ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. പിന്നീട് ഡോഗ് സ്ക്വാഡ് വന്ന് ആ പ്രദേശം മുഴുവനായി ചെക്ക് ചെയ്തു. അവിടെയും നിരാശ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അന്ന് വൈകുന്നേരം ഫോറൻസിക് റിപ്പോർട്ട് വന്നു. അവരുടെ നിഗമനത്തെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ആ ഫോറൻസിക് റിപ്പോർട്ട്. ഫോറൻസിക് റിപ്പോർട്ടിൽ ഇങ്ങനെയായിരുന്നു ഉള്ളത്. മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച കത്തിമില്ലൻ ഡ്രസ്സിലെല്ലാം ലീനയുടെ ബ്ലഡ് O- തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകവുമായി കാണാൻ മാത്രമുള്ള എവിഡൻസ് കിട്ടാത്തതിന്റെ കാരണം കൊണ്ട് അവർ അത് ആത്മഹത്യയായി തന്നെ മാറ്റിവെച്ചു. ഇനി ആനന്ദിനറിയേണ്ടത് ആത്മഹത്യാ പ്രേരണ എന്തിനായിരുന്നു എന്നതാണ്. അതിനുവേണ്ടി അവർ പോയത് ലീനയുടെ മാനന്തവാടിയിലെ വീട്ടിലേക്കാണ്.
അവിടെ ശാലിന്റെ അമ്മ ശാരദയാണുള്ളത്. ആനന്ദൻ അവരോട് ലീനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളെ കിട്ടിയത് എന്റെയും മകന്റെയും ഭാഗ്യമാണ് എന്നതായിരുന്നു പറഞ്ഞത്. നിങ്ങൾ സംഭവം നടക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു? ആനന്ദൻ ചോദിച്ചു. ഇല്ല, ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. അന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോഴാണ് വിവരം അറിയുന്നത്. അന്ന് നിങ്ങൾ എത്ര മണിക്കാണ് വന്നത്? അന്ന് രാവിലെ തന്നെ വന്നു. ഇപ്പൊ ഞാൻ പോവാണ്. ദൂരേക്ക് നിങ്ങൾ എവിടെയും പോകരുത്. ഇല്ല സാറേ, ശാരദ പറഞ്ഞു. ആ, എന്നാ ശരി. അതും പറഞ്ഞ് രാജനും ആനന്ദും അവിടെ നിന്നിറങ്ങി. ഉച്ചയ്ക്കാണ് സ്റ്റേഷനിലെത്തിയത്. ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്ക് ശാലിൻ എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ശാലിനോട് വരാൻ പറഞ്ഞത്. അവർ എത്തുമ്പോഴേക്കും ശാലിൻ സ്റ്റേഷനിലെത്തിയിരുന്നു. എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചേ? അവളുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? നീ ദുരൂഹതയെന്ന് പറയുമ്പോൾ എന്തിനാ പേടിക്കുന്നേ? രാജൻ ചോദിച്ചു. പേടിയോ? ഞാൻ പേടിച്ചില്ലല്ലോ. നിന്റെ മുഖം കണ്ടാൽ അറിയാം. സ്റ്റോപ്പ് ഇറ്റ് രാജൻ, ആനന്ദൻ പറഞ്ഞു. സോറി സാർ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. തന്നോട് മിണ്ടാതിരിക്കാൻ പ്രത്യേകം പറയണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഒരു ആത്മഹത്യ ഉണ്ടാവാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? സാറേ, എൻ്റെ അമ്മ അവളെ പൊന്നുപോലെയാ നോക്കുന്നേ. ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഓ ശരി. ഞാനവള് നല്ല സ്നേഹത്തിലാ കഴിയുന്നേ. അങ്ങനെ ആത്മഹത്യക്ക് മാത്രമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അമ്മയുമായി? ഒരിക്കലുമില്ല. അവർ അമ്മയും മകളുമായാണ് കഴിഞ്ഞിരുന്നത്. ഉറപ്പാണോ? ഉറപ്പാണ് സാറേ. കാരണം അവൾ എന്നോട് എപ്പോഴും അമ്മയെക്കുറിച്ച് നല്ലത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്മയും നല്ലത് മാത്രമേ അവളെക്കുറിച്ച് പറയാറുള്ളൂ. എന്നാ പോയിക്കോ. വിളിക്കുമ്പോൾ വരേണ്ടി വരും. ദൂരയാത്ര പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എന്നിട്ടേ പോകാവൂ. ശരി, എന്നാ പോയിക്കോട്ടെ. ശാലിൻ വന്നതിനേക്കാളും സ്പീഡിൽ തിരിച്ചുപോയി. അവൻ പറഞ്ഞൊക്കെ സാറ് വിശ്വസിച്ചോ? അവൻ പേരും കള്ളനാണ് സാറേ. നിനക്കെങ്ങനെ അറിയാം? ആനന്ദൻ ചോദിച്ചു. അവന്റെ സംസാരം കേട്ടാൽ അറിയൂലേ. അതിനവനെ വിശ്വസിച്ചെന്നാരാ പറഞ്ഞേ? വരട്ടെ, നമുക്ക് നോക്കാം. ശാലിൻ പോയി കുറച്ചു സമയത്തിന് ശേഷം ഒരു പ്രായമുള്ള അമ്മ പാത്തും പതുങ്ങിയും വന്നു. നിങ്ങളാണോ ലീനമോളുടെ കേസ് അന്വേഷിക്കുന്നേ? രാജനും ആനന്ദനും അതേന്ന അർത്ഥത്തിൽ തലയാട്ടി. എൻ്റെ പേര് ഭവാനിയമ്മ. ശാരദയുടെ വീടിനടുത്താണ് സാറേ. പിന്നീട് ഭവാനിയമ്മ പറഞ്ഞത് അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഞാനിവിടെ വന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ശാരദയും ശാലിനും ലീന കൊച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് ജോലി എടുപ്പിക്കുകയും അവൾക്ക് വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത സ്വർണം മൊത്തം ശാരദ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മകളെന്നത് പോയിട്ട് മരുമകളായി പോലും സ്നേഹിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നും ഭവാനിയമ്മ കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞൊന്നും അവരോട് പറയരുതെന്നും എന്നും ആ വീട്ടിൽ പോകുന്നവളാണ് ഞാനെന്നും ഭവാനിയമ്മ പറഞ്ഞു. അപ്പോൾ സംഭവം നടക്കുന്ന ദിവസം രാത്രി അവർ വീട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞതോ? അല്ല, അത് സത്യമാണ് സാറേ. കാരണം അന്ന് പോകുമെന്ന് എന്നോട് പറഞ്ഞതാ. പിന്നീട് വൈകുന്നേരം ആയപ്പോൾ അവൾ പോകുന്നത് ഞാൻ കണ്ടതുമാണ്. ഇനി എന്തേലും ഉണ്ടേ ഞാൻ പിന്നെ അറിയിക്കാം. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. എന്തേലും ആവശ്യത്തിന് വിളിച്ചാൽ വരേണ്ടി വരും. ഓ ശരി സാറേ, എന്നാ പോയിക്കോ. അല്പസമയത്തിന് ശേഷം ആനന്ദന്റെ ഫോൺ ബെല്ലടിച്ചു. ഹലോ, ആനന്ദൻ സ്പീക്കിംഗ്. ആരാണ്? താൻ ലീനയുടെ അനിയത്തിയാണെന്നും കുറച്ച് കാര്യങ്ങൾ സാറുമായി സംസാരിക്കാനുണ്ടെന്നും അവൾ പറഞ്ഞു. കുട്ടിക്ക് എന്തു പറയാനുണ്ടെങ്കിലും ധൈര്യമായി പറഞ്ഞോളൂ. അത് സാറേ, ചേച്ചി പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അമ്മ വീട്ടിലില്ലാത്തതിനാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളുമായിരുന്നു ചേച്ചി വന്നിരുന്നേ. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ കുറെ കരയുക മാത്രമല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. പിന്നീട് ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് സ്ത്രീധനം കുറച്ചുകൂടി കൊടുക്കാനുണ്ടായിരുന്നുവെന്നും അത് കാരണം അവർ എന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടെന്നും ചേച്ചി പറഞ്ഞേ. അമ്മ വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. അമ്മയോട് പറഞ്ഞ് അമ്മയെ ടെൻഷൻ എടുപ്പിക്കേണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അങ്ങനെ വല്ലതും നടന്നോ? ആനന്ദൻ ചോദിച്ചു. ഞാൻ ചോദിച്ചിരുന്നു സാറേ, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ എന്നോട് പറഞ്ഞേ. എൻ്റെ ചേച്ചിയുടെ ആത്മഹത്യക്ക് കാരണക്കാർ ആരാണെങ്കിലും അവനെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് സാറേ. ഇതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അവൾ പറഞ്ഞ ഓരോ വാക്കിലും തളർച്ചയുടെ നനവ് കണ്ടിരുന്നില്ല. മറിച്ച് തൻ്റെ ചേച്ചിയുടെ മരണത്തിന് കാരണമായവരോടുള്ള പകയായിരുന്നു. മൊത്തം കാര്യങ്ങളും വെച്ച് അനന്തൻ വന്ന് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. അവനും രാജനും കൂടി
പോസ്റ്റ്മോർട്ടം, ഭവാനി അമ്മയുടെ മൊഴി, ഫോറൻസിക് റിപ്പോർട്ട്, അനിയത്തിയുടെ മൊഴി ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കുകയായിരുന്നു. രാജന് എല്ലാത്തിനും ഒരു ക്ലിയർ രൂപം കിട്ടാത്തത് കാരണം അവൻ ആനന്ദിനോട് ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ആരും കാണാത്ത സ്ഥലമല്ലേ സെലക്ട് ചെയ്യുക? എന്തുകൊണ്ടാ ഇവള് തുറസായ സ്ഥലം കണ്ടുപിടിച്ചത്? വേഗം എല്ലാവരും അറിയാൻ വേണ്ടിയാണോ? രാജൻ ചോദിച്ചു. ഏയ്, അങ്ങനെയല്ല. എന്റെ നിഗമനം ശരിയാണെങ്കിൽ അവൾ റോപ്നി ഹോള് കഴിച്ച് മരിക്കാനായിരിക്കും പ്ലാൻ ചെയ്തത്. എന്നാൽ അത് കഴിച്ചിട്ട് മരിക്കുന്നില്ല എന്ന് കണ്ടെത്തിയ അവൾ ചെടികൾ മുറിക്കാനായി മാത്രം ഉപയോഗിക്കുന്ന കത്തിയെടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വരികയും റോപ്നി ഹോളിന്റെ എഫക്റ്റ് അവളുടെ ശരീരത്തിൽ അതികഠിനമായി വേദനിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കത്തികൊണ്ട് കുത്തുകയുമായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിനുള്ള പ്രൂഫ് ഉണ്ടോ? ഞാൻ അവളുടെ അമ്മ ശാരദയോട് ചോദിച്ചപ്പോൾ ആ കത്തിയെന്നും മുന്നിലാണ് ഉണ്ടാവാറെന്നും ലീന അത് ഉപയോഗിക്കാറുണ്ടെന്നുമാണ് പറഞ്ഞത്. വീടിന്റെ മുന്നിലെത്തി കത്തികൊണ്ട് കുത്തിയതിനു ശേഷം വേദന കാരണം സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് പോയിട്ടുണ്ടാവാം. അന്ന് നമ്മൾ അവിടെ പോയപ്പോൾ കോലായി നിറച്ചും പായൽ കണ്ടിരുന്നു. എന്നാൽ അവളുടെ ബ്ലഡ് വീണ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പായൽ കാണാൻ സാധിച്ചില്ല. അതായത് ആ പായൽ അവളുടെ ഡ്രസ്സിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. റോപ്നി ഹോള് കഴിച്ചാൽ മരിക്കൂലേ? രാജൻ ചോദിച്ചു. ഇല്ല, ഓരോ നിമിഷം കഴിയും തോറും അതിന്റെ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന് പിന്നിൽ ഒരു കൊലയാളിയുണ്ട് എന്ന് സംശയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം. ഇത് ആത്മഹത്യയാണെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും നോക്കിയിട്ട് എനിക്ക് തോന്നുന്നേ. ഓ, ഹാവൂ, രാജൻ നെടുവേർപ്പെട്ടു. ഏ അല്ല, ഇനി ഇതിന്റെ പുറകെ പോകണ്ടല്ലോ എന്നാലോചിച്ച് പറഞ്ഞതാ. എടോ, ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും ഒരുപാട് പേരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ആനന്ദം പറഞ്ഞു. നമ്മൾ കുഞ്ഞിന്റെ കാര്യം നോക്കിയിട്ടില്ലല്ലോ. ആ, ഞാൻ ആ കാര്യം വിട്ടിട്ടൊന്നുമില്ല. അത് കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ ഡോഗ് സ്ക്വാഡിനോട് വരാൻ പറഞ്ഞേ. അവർ വന്നിട്ട് പോലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു തലവേദനയാവുമെന്നാ തോന്നുന്നേ. ഏതായാലും ശാരദയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഒന്നുകൂടി അവളെ ക്വസ്റ്റ്യൻ ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? നാളെ ആവട്ടെ. ശാലിനും ശാരദയും കൂടി എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, രാജൻ പറഞ്ഞു. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. എന്നാൽ ബാക്കി നമുക്ക് നാളെ നോക്കാം. ശരി സാറേ. സാറിന് ഞാൻ വീട്ടിലാക്കി തരണോ? ഏയ് വേണ്ട രാജ, എനിക്ക് കമ്മീഷന്റെ സ്പെഷ്യൽ ഓർഡറാണ്. ഡ്രൈവർ വേണ്ട എന്നുള്ളതേ. ഓ, എന്നാ നടക്കട്ടെ. സ്പെഷ്യൽ ഓർഡർ ഞാൻ തെറ്റിക്കുന്നില്ലേ? അപ്പോൾ ശരി, ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ. അതും പറഞ്ഞ് രാജനും അനന്തനും അവരവരുടെ വീട്ടിലേക്ക് പോയി. അനന്തന് എത്ര കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരു കേസിലെ ഫൈനൽ സ്റ്റേജിലെത്തിയ സന്തോഷവും ആ കുഞ്ഞ് എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന സങ്കടവും അയാളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. നാളെയും കൂടി കഴിഞ്ഞാൽ കേസ് ഫയൽ ക്ലോസ് ആകും എന്ന ആശ്വാസത്തോടെ അയാൾ കിടന്നു. നേരം ഇരുട്ടി വെളുക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിയുമെന്ന് അപ്പോൾ അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി ഇന്ന് കരിനിഴലുകൾ ആ വീടിനു ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അനന്തൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. എല്ലാം ശരിയായി അവസാനിക്കാൻ പോകുന്നു എന്ന സന്തോഷം അവന്റെ മുഖത്തെ വല്ലാതെ പ്രകാശിപ്പിച്ചിരുന്നു. അനന്തരം രാജനും സ്റ്റേഷനിലെത്തി ഇനി എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുഞ്ഞിന്റെ കാര്യത്തിലാണ്. ഇതിൽ ശാരദയ്ക്കും ശാലിനും പങ്കുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇനി ഈസിയായിരിക്കും. നമ്മളിന്ന് പോകുന്നത് ലീനയുടെ മാനന്തവാടി വീട്ടിലേക്കാണ്. അന്ന് നമ്മൾ ചെയ്തതുപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യലാവില്ല. കാരണം ലീനയെ ശാരദ ഉപദ്രവിച്ചു എന്നതിന് സ്ട്രോങ് എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. യെസ് സർ. പിന്നെ അന്ന് അതിന്റെ പരിസരം മാത്രമാണ് ഡോഗ് സ്ക്വാഡ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്തേ. പക്ഷേ ഇന്ന് അതിന്റെ 20 കിലോമീറ്റർ അറൗണ്ട് ആയിക്കൊണ്ട് സെർച്ച് ചെയ്യിപ്പിക്കണം. ഓക്കെ? യെസ് സർ. എന്നാ കയറി. ആനന്ദനും രാജനും മാനന്തവാടിയിലേക്ക് പോകാൻ വണ്ടിയിൽ കയറി. അപ്പോൾ അനന്തന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ദാറ്റ്. അനന്തൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രാജന് ഫോൺ കൊടുത്തുകൊണ്ട് പറഞ്ഞു. സർ, മാനന്തവാടിയിൽ വീണ്ടും ഒരു മരണം. വാട്ട്? എവിടെ? എപ്പോ? മാനന്തവാടി കോളനി, ഹൗസ് നമ്പർ 9. വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. മാൽവിൻ സാറും സഞ്ജയ് സാറും അവിടെ എത്തിയിട്ടുണ്ട്. എന്നാ ഇനി കഷ്ടകാലാണ് വരാൻ പോകുന്നേ. നമുക്കെന്നാ അങ്ങോട്ട് പോവാം. അതെ സർ. അന്ന് ഈ കേസ് സാർ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ. ഇനി അവരുടെ കളിയാക്കൽ മൊത്തം കേൾക്കേണ്ടി വരില്ലേ? ആ, അന്ന് ജോർജ് കൊലക്കേസ് ജയിച്ചതിന്റെ അഹങ്കാരം കൊണ്ട് അറിയാതെ പറഞ്ഞുപോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്ക്, ഇത് ഹൗസ് 9 ആണോ എന്ന്. യെസ്, അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് സർ. മാൽവിൻ സാറും സഞ്ജയ് സാറും അനന്തനെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനന്തൻ അവരുടെ അടുത്ത് വന്ന് ഒരു സല്യൂട്ട് കൊടുത്ത് തന്റെ തൊപ്പി അഴിച്ച് ശവശരീരത്തിന്റെ അടുത്തേക്ക് നീങ്ങി. അവിടെയും കണ്ട സ്ത്രീ ആദ്യത്തേതുപോലെ തന്നെ വയറുകേറിയ രീതിയിലായിരുന്നു. എന്നാൽ വീടുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭയാനകമായ പറമ്പിലാണ് ശവശരീരം കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത്
ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി. ഡോഗ് സ്ക്വാഡിന് അവിടെ നിന്നൊന്നും തന്നെ കിട്ടിയില്ല. ഫിംഗർ പ്രിന്റ് കിട്ടി. എന്നാൽ അത് ചെക്ക് ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ തന്നെയാണെന്ന് മനസ്സിലായി. തികച്ചും എന്തുകൊണ്ടും 2 മരണങ്ങളും ഒരാൾ ചെയ്തതാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു. ഇനി പ്രതീക്ഷയുള്ളത് പോസ്റ്റ്മോർട്ടം ആൻഡ് ഫോറൻസിക് റിപ്പോർട്ടാണ്. അനന്തൻ ഓരോ ഭാഗങ്ങളിലും സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജൻ വന്ന് മീഡിയക്കാർക്ക് സാറുമായി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും കുരുട്ട് ചോദ്യങ്ങളുമായി ഉത്തരം മുട്ടിക്കാനായിരിക്കും അവരുടെ പ്ലാൻ എന്ന് കരുതി പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അനന്തനെ മാൽവിൻ സാർ വിളിച്ചത്. അനന്തൻ, എത്രയും പെട്ടെന്ന് സ്കൈ ഓഡിറ്റോറിയത്തിലെത്തണം. നിന്റെ ഇതുവരെയുള്ള ഫൈൻഡിങ്സ് മീഡിയക്കാരോട് പറഞ്ഞേ പറ്റൂ. ദർ ഇസ് നോ എക്സ്ക്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഗോ ടു ഓഡിറ്റോറിയം. ഓക്കെ സാർ. അവർ 12 മണിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 12:50 സോ വേഗം പൊക്കോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോൾ നിങ്ങളുടെ സ്റ്റേഷനിൽ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വേഗം അങ്ങോട്ട് എത്തണം. കൊക്കിലൊതുങ്ങതേ കൊത്താവൂ എന്നൊരു ചൊല്ലുണ്ട്. അതും കൂടി പഠിച്ചിട്ട് മീറ്റിങ്ങിന് വന്നാൽ മതി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. അനന്തന് ഒരു വലിയ സല്യൂട്ട് അയാൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേഗം ഇങ്ങ് പോന്നു. സ്കൈ ഓഡിറ്റോറിയം. എല്ലാ മീഡിയാസും തൻ്റെ ഏരിയയെ കാത്തിരുന്ന ഒരു സിംഹക്കുട്ടിയുടെ ഭാവത്തിലായിരുന്നു അവിടെ ഇരുന്നത്. അനന്തൻ അങ്ങോട്ട് കയറിയതും ആദ്യം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി ലൈറ്റുകൾ മിന്നാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ചോദ്യങ്ങളുടെ മാലപ്പടക്കങ്ങളായിരുന്നു പൊട്ടിയത്. കൊലപാതകിയെ രക്ഷിക്കുക എന്ന ഉദ്ദേശമായിരുന്നില്ലേ ആത്മഹത്യ എന്ന് വരുത്തി തീർത്തതിന്റെ പിന്നിൽ? കൊലപാതകിയും നിങ്ങളും തമ്മിൽ എന്തായിരുന്നു ബന്ധം? പോലീസിന്റെ അശ്രദ്ധ കാരണം വീണ്ടും ഒരു പെൺകുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടു. ഇതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതും ആത്മഹത്യയാക്കി മാറ്റാനാണോ പോലീസുകാർ ശ്രമിക്കുന്നത്? അനന്തനെ ഒരു വാക്കുപോലും സംസാരിക്കാൻ ഇടം കൊടുക്കാതെ അവർ ചോദ്യങ്ങളുടെ കെട്ടഴിച്ചുകൊണ്ടേയിരുന്നു. അവസാനം താനും കൊലപാതകിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഇതിന് പിന്നിൽ ആരായാലും എത്രയും പെട്ടെന്ന് നീതിക്ക് മുൻപിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞ് അനന്തൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും 1:30 സ്റ്റേഷൻ ലക്ഷ്യമാക്കി അനന്തൻ വണ്ടി ഓടിച്ചു. അവിടെ എത്തി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും മാൽവിൻ സാറും സഞ്ജയ് സാറും വന്നു. അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സല്യൂട്ട് കൊടുത്ത് അവർക്കിരിക്കാൻ സീറ്റ് കാണിച്ചു കൊടുത്തു. പിന്നീട് രാജനെയും വിളിച്ചു വരുത്തി. അവർ മീറ്റിംഗ് ആരംഭിച്ചു. അപ്പോഴേക്കും മറ്റു കോൺസ്റ്റബിൾസൊക്കെ അവിടെ നിന്നും പോയിരുന്നു. മീഡിയാസൊക്കെ തന്നെ ശരിക്കും വട്ടാക്കിയെന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചതിൻ്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല സാർ. ഇത് ജോർജ് കൊലക്കേസ് പോലുള്ളൊരു നോർമൽ കേസ് അല്ല എന്നാണ് കമ്മീഷണർ പറയുന്നത്. സോ ഇനി ഞങ്ങളുടെ കയ്യിലല്ലേ ഇതിൻ്റെ കൺട്രോളിംഗ് ഉണ്ടാവുക. ഡയറക്റ്റ് കമ്മീഷണർ ടു സംവൺ. സംവൺ? യെസ്, നിങ്ങളിതിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. ഒരു മൂവർ സംഘം ഇതിനായി എത്തുന്നുണ്ട് ഫ്രം CBI. റിയലി? യെസ്. സോ ഇതുവരെ നിങ്ങളെടുത്ത എല്ലാ എഫേർട്ടിനും നന്ദി. പിന്നീട് മാൽവിനും സജയും ഒരു പരിഹാസ ചിരിയുമായി അവരെ കടന്നുപോയി. അങ്ങനെ മനസ്സിന് വല്ലാതെ മുറിവേറ്റും കൊണ്ടാണ് അനന്തൻ വീട്ടിലേക്ക് എത്തിയത്. അനന്തേട്ടാ, ഈ കേട്ടതൊക്കെ സത്യാണോ? എന്ത്? നിങ്ങളെ ആ കേസിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന് കേട്ടല്ലോ. ഓ, അല്ലാതെ പിന്നെ TV കളവ് പറയോ? നീയൊന്നും മിണ്ടാതെ അങ്ങോട്ടെങ്ങാനും മാറിയുന്നേ. നിങ്ങളുടെ കഴിവില്ലായ്മ അവർക്ക് ബോധ്യായതിന് എന്നോട് ചൂടായിട്ടെന്താ? ഷീല മനസ്സിൽ പറഞ്ഞു. ഇത്രയും രാവും പകലും കഷ്ടപ്പെട്ട് നടന്നിട്ട് അവസാനം ഈ ഗതിയായല്ലോ ഈശ്വരാ. നീ ഇനി എന്തെങ്കിലും മിണ്ടിയ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും. അവൾ അവൻ്റെ ദേഷ്യം കണ്ട് ഭയന്നു മാറി നിന്നു. മാളികമലയിൽ ആ കറുത്ത രൂപം തൻ്റെ കയ്യിലെ മാസം തികയാത്ത കുഞ്ഞിനെ നോക്കിയൊന്ന് ചിരിച്ചു. തൻ്റെ വിശപ്പ് മാറാത്ത വയറുമായി അലയിട്ട് കരയുകയാണ് ആ പാവം. ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല. എന്നോ വറ്റിവരേണ്ട ദയയുടെ ഒരംശം പോലും അയാൾ ആ കുഞ്ഞിനോട് കാണിച്ചില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ അയാൾക്ക് അസഹ്യമായി മാറിയപ്പോൾ ഒരു തുണിയെടുത്ത് ആ കുഞ്ഞിൻ്റെ വായിൽ കുത്തിത്തിരുകി. എന്നിട്ട് അയാൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. നീതി എന്നാൽ പണം കൊണ്ട് നിർമ്മിതമോ? എന്തൊരു അസംബന്ധം! അതും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു കെട്ടിടത്തിലേക്ക് ആ കുഞ്ഞിനെ തൂക്കിപ്പിടിച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ കേസ് അന്വേഷിക്കാനായി മൂവർ സംഘം മാനന്തവാടി കോളനിക്കടുത്തെത്തി. അതിൻ്റെ ലീഡിംഗ് ചാർജ് ബെനറ്റ് ഡാൽവിൻ എന്ന ബെന്നിനായിരുന്നു. അവരുടെ കൂടെയുള്ളത് എഡ്വിൻ ഗബ്രിയേലും പിന്നെ അൽഫിൻ മാലിക്കും. ഇനി അങ്ങോട്ട് കേസ് അന്വേഷിക്കാൻ പോകുന്ന പുതിയ CBI ടീംസ്. അവർ 3 വന്ന ആദ്യം തന്നെ മാനന്തവാടി കോളനി സന്ദർശിക്കാൻ പോയി. കോളനി എന്ന് കേട്ടപ്പോൾ തന്നെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീടാകുമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ മാനന്തവാടി എന്ന സ്ഥലത്ത് തന്നെ ഏറ്റവും വലിയ വീട് ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിലാകുമെന്ന് കോളനി കണ്ടപ്പോൾ അവർ ഊഹിച്ചു. വന്നെല്ലാവരും ഫ്രഷായി ഇരിക്കുമ്പോഴാണ് മാൽവിൻ സാർ ബെന്നിനെ വിളിക്കുന്നത്. ഹലോ, ബെനറ്റ് ഡാൽവിൻ സ്പീക്കിംഗ്. ഞാൻ SI മാൽവിനാണ്. ഓ യാ, ഐ നോ. ദെൻ? ഞാൻ വിളിച്ചത് മാനന്തവാടി സ്റ്റേഷനിൽ 12 മണിയാകുമ്പോഴേക്കും എത്തണമെന്ന് പറയാനാണ്. ഓക്കെ, ഞങ്ങൾ 12 മണിക്കുള്ളിൽ അവിടെ എത്തിയേക്കാം.
ബെൻ വാച്ച് നോക്കി. സമയം 11:30. ബെൻ എല്ലാവരെയും വിളിച്ച് മാൽവിൻ പറഞ്ഞത് അവരോട് പറഞ്ഞു. 11:45 ആവുമ്പോഴേക്കും അവർ പോകാൻ റെഡിയായി നിന്നു. അങ്ങനെ 12 മണിയായപ്പോഴേക്കും മാനന്തവാടി സ്റ്റേഷനിൽ അവർ എത്തി. മാൽവിനും സഞ്ജയും കൈകൊടുത്തുകൊണ്ട് പരിചയപ്പെട്ടു. അനന്തൻ മാൽവിൻ്റെ അടുത്ത് വന്ന് സല്യൂട്ട് അടിച്ചു. എന്നിട്ട് മാൽവിനും സഞ്ജയും അവർക്ക് അനന്തനെയും രാജനെയും പരിചയപ്പെടുത്തി. അനന്തൻ അവരോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പിന്നീട് ബെൻ അനന്തനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ പുറത്തു കൊണ്ടുപോയി. ആദ്യത്തെ കേസായ ലീനയുടെ മരണത്തിന്റെ ഫൈൻഡിങ്സ് മൊത്തം അറിഞ്ഞു. അനന്തന് ബെന്നിനെ ആദ്യം ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് ബെന്നിന് തന്നോടുള്ള അടുപ്പം കണ്ടപ്പോൾ ഇവൻ വിചാരിച്ച പോലെയല്ല എന്നും അവനുമായി സഹകരിക്കുന്നതിന് പ്രശ്നമില്ല എന്നും തോന്നിത്തുടങ്ങി. മീറ്റിംഗിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും അവർ നല്ലോണം അടുത്തു. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിങ്ങളും വേണമെന്ന് രാജനോടും അനന്തനോടും ബെന്ന് പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണി തുടങ്ങും. നമുക്കാദ്യം തന്നെ മരിച്ച ഷീനയുടെ ഹസ്ബൻഡിന്റെ അച്ഛനായ ശിവശങ്കർ, പിന്നെ ബോഡി ആദ്യം കണ്ട ബിസിനസ്സുകാരൻ മുരളീധരനെയും കാണണം. അതിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും നിർബന്ധമായും വരണം, ബെന്ന് പറഞ്ഞു. ഉറപ്പായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് ബെന്നിന് അവർ വാക്കുകൊടുത്തു. മാളികമല നിഗൂഢതകളുടെയും രഹസ്യങ്ങളുടെയും പ്രദേശം. കാക്കാൻ പോകുന്നവരും കൊലയാളികളും, അങ്ങനെ തിന്മ ചെയ്ത് ജീവിക്കുന്നവരുടെ ഒരു ലോകം. പേര് പോലെ തന്നെ അതൊരു ഉയർന്ന പ്രദേശമാണ്. അവിടെ പൊട്ടിപ്പൊളിയാറായ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ചില ആളുകൾ അവിടെ വികസനമുണ്ടാക്കാൻ നോക്കിയതിന്റെ പ്രതിഫലമാണ് ഈ പൊട്ടിപ്പൊളിയാറായ ബിൽഡിങ്ങുകൾക്ക് പിന്നിലുള്ളത്. വെളിച്ചം അവിടെ വീശുന്നുണ്ടെങ്കിലും അറിവിന്റെ വെളിച്ചം കുറവെന്നല്ല, തീരെയില്ല. പീഡനങ്ങളും കൊള്ളയും കഞ്ചാവുമായി അവിടെയുള്ളവർ ജീവിക്കുന്നു. ആ പ്രദേശത്തുള്ള ആളുകളെ മറ്റുള്ളവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ജീപ്പ് പോലും അവിടെ എത്താറില്ല. ഷീനയും ലീനയും പ്രഗ്നന്റ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ബെന്നിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥയിലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ രാജനും ആനന്ദും ബെന്നിന്റെ വീട്ടിലെത്തി. അപ്പോൾ അവർ മൂന്നുപേരും ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആനന്ദൻ, ആൻഡ് ടേക്ക് യുവർ സീറ്റ്. അനന്തൻ രാജനും അവർക്കെതിരായിരുന്നു. ടീ ഓർ കോഫി? ഏയ്, ഒന്നും വേണ്ട. അവർ എപ്പോൾ വരും? ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത്. പറഞ്ഞു തീർന്നതും ഒരു കാർവ് മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്നും ശിവശങ്കറും മുരളിയും ഇറങ്ങി. അവർ രണ്ടുപേരും പണ്ട് മുതലേ നല്ല കൂട്ടുകാരാണ്. എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു. പിന്നീട് ശിവശങ്കർ ഗൾഫിൽ പോയതോടെ അവരുടെ ബന്ധം ഫോണിലായെങ്കിലും പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ ബന്ധം വീണ്ടും അതുപോലെ തന്നെയായി. ആദ്യം തന്നെ വിളിപ്പിച്ചത് ശിവശങ്കറിനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ മരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാറേ, ഞാനിതുവരെ ഗൾഫിലായിരുന്നു. ഷാനിമോള് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത്. ഗൾഫിൽ ചെറിയ ബിസിനസ്സായിരുന്നു പരിപാടി. മകൻ നീലന് ഇപ്പോൾ ജോലി കിട്ടിയത് കൊണ്ട് എന്നോട് നിർത്തിപ്പോവാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിലെത്തിയത്. അവൾ മരിക്കുന്ന അന്ന് രാത്രി എനിക്കൊരു ഹോസ്പിറ്റൽ കോൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. പിന്നീട് തിരിച്ചു വരുന്നത് ആൾക്കൂട്ടത്തിനിടയിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യ എവിടെയായിരുന്നു? ഞാൻ പുറത്തു പോകുന്നത് കണ്ട് അവൾക്കും സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് കൂടെ ഇറങ്ങിയതാ. രാത്രി തന്നെ പോകാൻ കാരണം? അത് പിന്നെ സാറേ, രാവിലേക്ക് അരിയും പഞ്ചാരയൊക്കെ തീർന്നിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയാ പോയെ. പിന്നീട് അവൾക്ക് അവളുടെ അനിയത്തിയുടെ വീട്ടിൽ പോകണമെന്നും ഞാൻ തിരിച്ചു വരുമ്പോൾ അവളെ കൂട്ടാനുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഷീനയെ ഒറ്റക്കാക്കുന്നതിന് കുഴപ്പമില്ലേ? ഇല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയെ. ശരി, ഇനി വിളിക്കുമ്പോൾ വരേണ്ടി വരും. ശിവശങ്കർ പുറത്തു കിടന്നപ്പോൾ എഡ്വിൻ വാതിലിനടുത്ത് നിന്ന് മുരളിയെ വിളിച്ചു. ശിവശങ്കർ മുരളിയെ നോക്കി ഒന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് മുരളി ചിരിച്ചു. അയാൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നിങ്ങൾ എവിടെ പോയതായിരുന്നു ആ സമയത്ത്? ഞാനും ശിവയും നല്ല കമ്പനിയാണ്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങോട്ട് പോയത്. വാതിലും മലർക്കി തുറന്നത് കണ്ട് അങ്ങോട്ട് പോയി നോക്കിയതാ. അപ്പോൾ അവിടെ ആരെയും കാണാനില്ല. പിന്നെ എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് ചെല്ലുന്നത്. ഷീനയുടെ ബോഡി കണ്ടതല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി. പിന്നെയാണ് ശിവ അങ്ങോട്ട് വന്നത്. അയാൾ എങ്ങോട്ട് പോയതായിരുന്നു? ഹോസ്പിറ്റൽ കോൾ എന്നാണ് പറഞ്ഞത്. എങ്കിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ വിളിക്കുമ്പോൾ വരേണ്ടി വരും. ശരി സാർ. രണ്ടുപേരും തിരിച്ചുപോയി. ആനന്ദും രാജനും CCTV റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവരുടെ സംസാരം കേട്ടിട്ട് എന്താണ് തോന്നിയത്? ബെന്നി ചോദിച്ചു. അനന്തൻ തുടർന്നു. സംതിങ് റോങ്. കാരണം എന്തു പറയുമ്പോഴും അവരുടെ മുഖത്ത് ഒരു ഓവർ കോൺഫിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയെങ്കിലും മുഖത്തുണ്ടാവണം. അല്ലെങ്കിൽ അതിനർത്ഥം സംതിങ് റോങ് എന്നല്ലേ? നമുക്ക് നോക്കാം. ഇനി എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരാനുണ്ടല്ലോ. ഈ മരണത്തിന് അവർ കാരണക്കാരാണോ എന്നൊന്നും അറിയില്ലെങ്കിലും എന്തോ
സംതിങ് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അനന്തനൊരു ഫോൺ കോൾ വന്നത്. അയാൾ അതും എടുത്ത് കുറച്ചു മാറി നിന്ന് സംസാരിച്ചു. യാ, വി വിൽ കമ്മിങ് സൂൺ. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ച് അവർക്ക് നേരെ തിരിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം, അനന്തം പറഞ്ഞു. അവർ 5 ആളും ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഷീനയുടെ ബോഡിയിൽ റോപ്നിഹോളിന്റെ അംശം കൂടുതലായി കണ്ടെത്തിയെന്നായിരുന്നു. പക്ഷെ മരണകാരണം കത്തികൊണ്ടുണ്ടായ മുറിവാണ്. അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോറൻസിക് റിപ്പോർട്ട് സ്റ്റേഷനിലെത്തുന്നത്. അതിലുള്ളൊരു കാര്യം ഷീനയുടെ അച്ഛനായ ശിവശങ്കറിന്റെ ഫിംഗർ പ്രിന്റ് റൂമിൽ നിന്ന് കിട്ടിയ റോപ്നിഹോൾ അടങ്ങിയ ബോട്ടിലിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതായിരുന്നു. ഇത് കേട്ടതോടുകൂടി അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി തീർന്നു. ശിവശങ്കർ തന്റെ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് മുരളി വിളിക്കുന്നത്. ഡാ, നീ വീട്ടിലാണോ? ആ, എന്തേ? നീ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വാ. സീരിയസ് ആണ്, വേഗം വരണേ. ഓക്കെ, ഞാൻ വരാം, ശിവ പറഞ്ഞു. ശിവശങ്കർ തന്റെ ഫോൺ വെച്ച് ഭാര്യയോട് അർജന്റായിട്ട് ഒരാളെ കാണാനുണ്ടെന്നും പറഞ്ഞ് അവൻ മുരളിയുടെ വീട്ടിലേക്ക് പോയി. നീ എന്ത് പണിയാ കാണിച്ചേ? മുരളി ചോദിച്ചു. എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഫിംഗർ പ്രിന്റ് റൂമിൽ കിടന്ന ഒരു ബോട്ടിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നീ ചെയ്യാത്ത കുറ്റത്തിന് അവർ നിന്നെ ലോക്കപ്പിൽ കയറ്റും. ഡാ, നീ എന്നെ ഉപേക്ഷിക്കല്ലേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീയാണ് അവളെ. എന്നെ എങ്ങാനും പോലീസ് പിടിച്ചുകൊണ്ട് പോയാ നിനക്ക് ഞാൻ സ്വൈര്യം തരൂല. ശിവശങ്കർ അതും പറഞ്ഞ് സോഫയിലേക്ക് തളർന്നിരുന്നു. മുരളിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ശിവശങ്കറിന്റെ മനസ്സ് മൊത്തം അന്നത്തെ ആ നശിച്ച രാത്രിയിലായിരുന്നു. ശിവശങ്കർ തന്റെ ബിസിനസ് കാര്യങ്ങളുമായി ലാപ്പിൽ ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അവൻ ചെവിയിൽ വെച്ചുകൊണ്ട് ലാപ്പിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. മുരളി, പറയടാ, എന്താ കാര്യം? ഞാൻ കുറച്ച് തിരക്കില്ല. ഡാ, നീ നിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് ഒത്തുകൂടാം. ഞാൻ എപ്പോഴേ റെഡി. ഒരു 1 hour ഞാൻ അവിടേക്ക് വരാം, ശിവ പറഞ്ഞു. കുടിച്ചു വന്നാൽ ഭാര്യ വഴക്ക് പറയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവളെ നിർബന്ധിച്ച് അവളുടെ അനിയത്തിയുടെ വീട്ടിലാക്കി കൊടുത്തു. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കോൾ വന്നെന്നും പറഞ്ഞാണ് ശിവശങ്കർ മുരളിയുടെ വീട്ടിലേക്ക് പോയത്. മുരളിയും ശിവശങ്കറും ഒരുപാട് കുപ്പികളകത്താക്കിയ ശേഷമാണ് ശിവശങ്കർ പോകാനൊരുങ്ങിയത്. നീ ഇന്ന് ഇവിടെ കിടന്നു, നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് സ്വൈര്യം തരില്ല, മുരളി പറഞ്ഞു. അതിനെ പിടിച്ച് ഞാൻ അവളുടെ അനിയത്തിയുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഷീന ഒറ്റയ്ക്കാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അകത്താക്കിയ കുപ്പിയുടെ ഫലമെന്നോണം വാക്കുകൾ മുറിച്ചു മുറിച്ച് അവൻ പൂർത്തിയാക്കി. ഷീന അവിടെ ഒറ്റയ്ക്കാണോ? എന്നാൽ ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്, മുരളി പറഞ്ഞു. അതെന്തിനാ, ഞാനുണ്ടല്ലോ, വാക്കുകൾ മുറിച്ച് പൂർത്തിയാക്കി. അതിലടാ, എനിക്ക് അവളെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നീ ഒന്ന് മനസ്സ് വെച്ചാ അവള് ഗർഭിണിയാടാ. അത് സാരില്ല, ഞാൻ അവൾക്കൊരു കുഴപ്പവും ഉണ്ടാക്കില്ല. പ്ലീസ്, അവൾക്കൊന്നും സംഭവിക്കരുത്. നോ, ഒരിക്കലുമില്ല. അപ്പോൾ എത്രയ്ക്കാ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നാ ഓക്കെ, വാ, നമുക്ക് ഒരുമിച്ചിങ്ങനെ പോവാം. രണ്ടാളും ശിവയുടെ വീട്ടിലെത്തിയപ്പോൾ മലർക്കെ തുറന്ന വാതിലുകളാണ് കാണാൻ പറ്റിയത്. ഡാ, ഇവളിനി വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവോ? വാതിലൊക്കെ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. അവൾ ആ ടൈപ്പൊന്നുമല്ല, നീ ഒന്ന് പോയേ. രണ്ടാളും വാതിൽ കിടന്ന് മുരളി അടുക്കള ഭാഗത്തേക്കും ശിവ റൂമിലേക്കും കടന്നു. ആ, ഇതേതായി കുപ്പി, നോക്കട്ടെ. ആ, നല്ല രസമുണ്ടല്ലോ. അതും പറഞ്ഞ് അവൻ മുരളിയുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അവരുടെ പറമ്പിൽ നിന്നും ഒരാൾ ഓടുന്ന ശബ്ദം കേട്ടത്. കേട്ടിടത്തേക്ക് രണ്ടാളും ചെന്നപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ഷീനയാണ് കാണാൻ പറ്റിയത്. ഡാ, ഇനി എന്ത് ചെയ്യും? ശിവയും മുരളിയും കൂടി വേഗം ഓടി മുരളിയുടെ വീട്ടിലേക്ക് തന്നെ പോയി. ഡാ, ഞാൻ പറയുന്നത് വല്ല നീ കേൾക്കുന്നുണ്ടോ? ഡാ ശിവ, നീ ഏത് ലോകത്താണ്? മുരളി ശിവശങ്കറിനെ കുലുക്കി വിളിച്ചിട്ടൊന്നും അവൻ അറിഞ്ഞില്ല. അവനപ്പോഴും ആ ദുഷിച്ച രാത്രിയെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന് ബോധം വന്നത്. അവൻ ഞെട്ടിയെണീറ്റ് എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മുരളി വേഗം അവനെ പിടിച്ചിരുത്തി കുറച്ച് വെള്ളം കുടിപ്പിച്ചു. അപ്പോഴേക്കും വീണ്ടും അവന്റെ ബോധം പോയി. ഇത്രയും ക്ലിയർ എവിഡൻസ് കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് അവനെ CBI ലോക്കപ്പിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ബെൻ അതും പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. അന്ന് തന്നെ ശിവശങ്കറിന് CBIക്ക് കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ചെയ്ത് അത് അപ്രൂവ് ചെയ്യപ്പെട്ടു. 3 ദിവസത്തേക്ക് ശിവശങ്കർ CBIക്കുള്ളതായി. അന്ന് തന്നെ അവർ ശിവശങ്കറിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ബെന്നിന് ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേഗം ശിവശങ്കറിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന പേരിൽ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. 3 ദിവസത്തിനു ശേഷം ശിവശങ്കറിനെ അയാളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. അയാൾ പോയി ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ബെന്നിന് ഒരു ഫോൺ കോൾ വന്നത്. തെക്കേപ്പറമ്പിൽ ലിയ എന്ന പെൺകുട്ടി അവളുടെ വീട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു. ബെന്നും കൂട്ടനും പിന്നെ ആനന്ദും ആ സ്ഥലത്തെത്തി. ഡയറക്റ്റ് കമ്മീഷണറുമായി കണക്ഷനുള്ള സീരിയൽ മർഡർ ആയതുകൊണ്ട് മരിച്ച സ്ഥലത്തേക്ക് കമ്മീഷണർ എത്തി. അനന്തൻ കമ്മീഷണറെ സല്യൂട്ട് ചെയ്ത് കുറച്ചു മാറി നിന്നു.
എന്താടോ മരണങ്ങൾ ഓരോന്നായി കൂടി വരികയാണല്ലോ. ബെനറ്റ് ഈ കേസിൽ നിസ്സഹായനാണെന്ന് തോന്നുന്നു, കമ്മീഷണർ ആവലാതിയോടുകൂടി പറഞ്ഞു നിർത്തി. ഇത് സീരിയൽ കില്ലിംഗ് തന്നെയാണോ എന്ന് പോലും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല സർ. ഇനിയൊരു മരണം വരാതെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം, അനന്തം പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ബെന്നിന് എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം. അതും പറഞ്ഞ് കമ്മീഷണർ അവിടെ നിന്നും പുറപ്പെട്ടു. അവിടെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി. നമ്മൾ കുറച്ചുകൂടി കാര്യഗൗരവത്തിലേക്ക് പോകേണ്ട സമയം അടുക്കാറായി, ബെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതും ശിവശങ്കറാണ് ചെയ്തതെന്ന്? ഒരുപക്ഷേ അങ്ങനെ ആവാനും സാധ്യതയില്ലേ സർ. അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അയാൾ ഇവിടെയുള്ളപ്പോൾ ചെയ്താൽ പോരെ? യെസ്, യു ആർ റൈറ്റ്. നോ, അപ്പോൾ നമ്മളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും? അവർക്ക് വേണ്ടത് നമ്മൾ ശിവശങ്കറാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുകയായിരുന്നു. ഇനി ഈ 3 കേസിലും എന്തൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തണം എന്ന് നോക്കണം. ചിലപ്പോൾ അതുവഴി നമുക്ക് എന്തെങ്കിലും വള്ളി കിട്ടിയേക്കാം. അങ്ങനെയെങ്കിൽ ഞാനിവിടുള്ള ആളുകളോട് ലിയെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ആൽഫിൻ അതും പറഞ്ഞ് മരണ വീട്ടിലേക്ക് പോയി. അവിടെയും ഇവിടെയുമായി ഒരുപാട് പേർ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചാളുകൾ റൂമിൽ നിന്ന് നിലവിളിക്കുന്നു. ആൽഫിൻ വീണ്ടും വീടിന്റെ പുറത്ത് കടന്ന് അടക്കം പറയുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്നു. ലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛനില്ലാത്ത കൊച്ചാണെന്നും കുറച്ചു വർഷമായി കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ലായിരുന്നുവെന്നും പിന്നീട് ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം അവൾ ഗർഭിണിയാണെന്നുമാണ് അവർ പറഞ്ഞത്. ബെൻ ഓരോന്നാലോചിച്ച് ഫോൺ കീശയിൽ നിന്നും എടുക്കുമ്പോഴാണ് കമ്മീഷണറുടെ മെസ്സേജ് വരുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് സ്കൈ ഓഡിറ്റോറിയത്തിൽ മീഡിയാസും ബെന്നും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നും ഇതുവരെയുള്ള ഫൈൻഡിങ്സ് അവർക്ക് കൊടുക്കണമെന്നൊക്കെയായിരുന്നു അതിനുള്ളത്. ആൽഫിനും എഡ്വിനും തന്റെ ഫൈൻഡിങ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി. അതിൽ നിന്ന് 3 ആളും ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ആളായിരുന്നു എന്ന നിഗമനത്തിലെത്തി. അതായത് ഒരാൾ 8 മാസമുള്ളപ്പോഴും 2 ആളുകൾ 9 മാസം ഗർഭിണി ആയപ്പോഴുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അവർക്ക് 3 പേർക്കും സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടു എന്നതാണ്. പക്ഷേ അതവർ അത്ര കാര്യമായി എടുത്തില്ല. കാരണം അത് കോയിൻസിഡൻസ് ആവുന്നത് സ്വാഭാവികമാണല്ലോ. അന്ന് എഡ്വിനും ആൽഫിനും എല്ലാ കേസുകളും ഒരുമിപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് എഡ്വിന് ഒരു ഫോൺ കോൾ വന്നത്. അവൻ അതുമെടുത്ത് കുറച്ചപ്പുറത്ത് പോയി സംസാരിച്ചു. വീണ്ടും ആൽഫിന്റെ അടുത്ത് തന്നെ പോയി. എന്താ പറ്റി? അതെന്റെ ഒരു ഫ്രണ്ട് നിതിനുണ്ട്. അവൻ അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാർട്ടി നടത്തുന്നുണ്ട്. നീ ക്ഷണിച്ചു. പക്ഷേ ബെന്ന് സാർ വിടുവോ? ഓ, അതായിരുന്നോ? ഞാൻ കരുതി വേറെ അർജന്റായിട്ടുള്ള എന്തോ ആണെന്ന്. എനിക്ക് എങ്ങനെ അറിയാനാ? നീ പോയി ചോദിക്കേ. ഇന്ന് രാത്രിയാണോ? ആ, രാത്രിയാ. എന്തേ? എന്നാ വിടുമായിരിക്കും. രാത്രി 8 മണിക്ക് സ്കൈ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് ഉണ്ടല്ലോ ബെന്നി സാറിന്. ഞാൻ പോയിക്കോളാം സാറിന്റെ കൂടെ. ഓ, വലിയ ഉപകാരം. താങ്ക്സ് ഡാ. നീ ആദ്യം ചോദിക്കേ, എന്നിട്ടല്ലേ താങ്ക്സ്. ആ, ഞാൻ ചോദിച്ചിട്ട് വരാം. അതും പറഞ്ഞ് എഡ്വിൻ ബെന്നിന്റെ അടുത്തേക്ക് പോയി. ആ എഡ്വിൻ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. സർ. എന്തേ? എന്നെ ആക്കി തരാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടായിരുന്നു. ആൽഫിനാക്കി തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ മീറ്റിങ്ങിന് പോവേണ്ടതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ. ബട്ട് ഇനി ഇങ്ങനത്തെ ഒന്നും വേണ്ട. കാരണം വി ഫോക്കസ് ഓൺ ദിസ് മാർഡർ. ഗോട്ട് ഇറ്റ്? ഓക്കെ സർ. സമയം 7:30 ആയപ്പോഴേക്കും ബെന്നും ആൽഫിനും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ തന്നെ എഡ്വിന് ഇറങ്ങി തന്റെ പാർട്ടി ലൊക്കേഷനിലേക്ക്. അവർ പോകുന്നത് ഞെട്ടിക്കുന്ന തിരിച്ചറിവിലേക്കാണെന്ന സത്യം അവർ അറിഞ്ഞിരുന്നില്ല. രാജൻ അപ്പോഴും നല്ല രീതിയിൽ കുടിച്ചിട്ടായിരുന്നുള്ളത്. സാമദ്രോഹി കമ്മീഷണറെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബം തകർക്കാൻ നോക്കും അല്ലേടാ? ഞാൻ കാണിച്ചു തരാം നിനക്ക് ഈ രാജൻ ആരാണെന്ന്. അവൻ ഫോണും എടുത്ത് എഡ്വിനെ വിളിച്ചു. അപ്പുറത്ത് നിന്ന് ഹലോ എന്ന് കേട്ടപ്പോൾ തന്നെ രാജൻ അവനെ തെറിവിളിക്കാൻ തുടങ്ങി. പാർട്ടിയിലായതുകൊണ്ട് സൗണ്ട് കാരണം പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവൻ ഫോൺ കട്ട് ചെയ്തു. ഡാ, നീ ഫോൺ കട്ടാക്കിയോ? നന്നായി. ഇല്ലെങ്കിൽ ഇനിയും ഞാൻ പറയായിരുന്നു. വാക്കുകൾക്ക് പരതിക്കൊണ്ട് എങ്ങനെയോ രാജൻ പറഞ്ഞു നിർത്തി. പിന്നീട് ഒരു ശബ്ദമായിരുന്നു കേട്ടത്. നോക്കുമ്പോൾ രാജൻ വീണ്ടും കമ്മീഷണറെ തെളിവിളിച്ചുകൊണ്ട് നിലത്ത് വീണതാണ് കണ്ടത്. എല്ലാവരും അയാളെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അയാളും നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ താനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ബെന്നിനെ എല്ലാവരും കൂടി ചേർന്ന് ചോദ്യങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. അന്നനന്ദന് എന്തായിരുന്നോ സംഭവിച്ചത് അത് ബെന്നിനും ആവശ്യത്തിലേറെ കിട്ടിയിരുന്നു. അയാൾ കൊലയാളി ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്നും ഞങ്ങൾ പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ബെൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എഡ്വിൻ തന്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നിതിനുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിതിന് തന്റെ ഓഫീസിൽ നിന്ന് ചില പേപ്പേഴ്സ് എടുക്കാനുണ്ടെന്നും എഡ്വിനോട് കൂടെ വരാനും പറഞ്ഞത്. എഡ്വിൻ അത് സമ്മതിക്കുകയും അവന്റെ കൂടെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു.
നിതിന് സൈബർ സെല്ലിലാണ് ജോലി ചെയ്യുന്നത്. അവന് സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. വെറുതെ രണ്ടാളും വർത്താനം പറയുന്നതിനിടയ്ക്ക് ഇവർ അന്വേഷിക്കുന്ന ആളുകൾ ഭയപ്പെടുന്ന ആ കില്ലിംഗ് മെത്തേഡിനെ കുറിച്ച് സംസാരം വന്നു. ഞാൻ സൈബർ സെല്ലിന്റെ ആളായിട്ടും നിനക്കൊന്നും ചെയ്തു തന്നില്ല എന്ന പരാതി വേണ്ട. നിന്റെ കോൾ ലിസ്റ്റിലെ ആദ്യത്തെ 5 ആളുകൾക്ക് കൊലപാതക രാത്രിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്ത് പറയുന്നു എഡിൻ? താങ്കൾക്ക് സമ്മതാണോ? നിതിൻ ചോദിച്ചു. ഒന്ന് പോടാ, നിന്റെ സഹായം തൽക്കാലം എനിക്ക് ആവശ്യമില്ല, മനസ്സിലായോ? ശരിക്കും ആവശ്യമില്ലേ? ഒന്നുകൂടി നീ ആലോചിക്ക്. എഡിൻ തന്റെ ഫോണുമായി നിതിന്റെ അടുത്തേക്ക് വന്നു. അതിലെ ആദ്യത്തെ 5 ആളുകളെ നോക്കിയപ്പോ അതിൽ രാജൻ സാറൊക്കെയാണ് ഉള്ളത്. ഡാ, ഇത് നോക്ക്, ഇതിലുള്ള ആളുകളൊക്കെ പക്ക ഡീസന്റാ. പിന്നെ നീ എന്തിനാ നോക്കുന്നേ? ഒന്ന് പോടാ, നീ ഫോണിങ് തന്നെ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നീ നോക്കിക്കോ. എന്നാ ഫോൺ. എഡിൻ മരിച്ച ഓരോ രാത്രികളും അവന് പറഞ്ഞു കൊടുത്തു. അവൻ സസൂക്ഷ്മം ഓരോ ആളുകളുടെയും നമ്പർ അടിച്ചു നോക്കി. 5-ാമത്തേത് രാജനായിരുന്നു. ആദ്യത്തെ കൊല നടന്ന ദിവസം ആ സമയത്ത് രാജൻ അവിടെയുണ്ടെന്ന് കാണിച്ചു. നിതിനത് എഡ്വിന് കാണിച്ചു കൊടുത്തു. അവർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നതാകും. അവരൊക്കെ അടിപൊളി പോലീസാ. ഓ, നാ മതി, നമുക്ക് പോവാ. ജസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഞങ്ങളെല്ലാരും കൂടി സംസാരിക്കുമ്പോൾ രാജൻ സാറ് ആ മരണങ്ങൾ തമ്മിൽ സാമ്യതയില്ല എന്നും അതും പറഞ്ഞ് തർക്കിച്ചിരുന്നു. അപ്പൊ തന്നെ ബെൻ സാർക്ക് രാജൻ സാറിനെ ഡൗട്ട് അടിച്ചിരുന്നു. പിന്നെ ഞങ്ങളാ സാറിനോട് തോന്നിയതാവൂന്ന് പറഞ്ഞത്. എല്ലാം കൂടി വായിക്കുമ്പോൾ സംതിങ് മിസ്റ്റേക്ക്. അതും പറഞ്ഞ് എഡ്വിൻ തന്റെ ഫോണിൽ ബെൻ എന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്തു. ഹലോ എഡ്വിൻ, പറ. സർ, നമ്മുടെ വീട്ടിലെത്തിയോ? ഓൺ ദ വേ ആണ്, എത്താറായി. എന്താ കാര്യം? അത് നേരിട്ട് കണ്ടിട്ട് പറയാം, ഇറ്റ്സ് അർജന്റ്. ഓക്കെ, ഞാൻ എത്താറായി. ഓക്കെ സർ. എഡ്വിനും ബെന്നും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തന്റെ വണ്ടിയുടെ വേഗത കൂട്ടി. എഡ്വിൻ തന്റെ കൂട്ടുകാരനായ നിതിന്റെ വണ്ടിയിലാണ് വീട്ടിലേക്ക് പോയത്. എഡ്വിനെ ഇറക്കി കൊടുത്ത് നിതിൻ പോയി. അപ്പോഴേക്കും ബെന്നും ആൽഫിനും അവിടേക്ക് എത്തി. എഡ്വിൻ നിതിന്റെ ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ബെന്നിനോട് പറഞ്ഞു കൊടുത്തു. അതും കൂടി കേട്ടപ്പോ ബെൻ സംശയിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തത കിട്ടിയിരുന്നു. ബെൻ വേഗം അനന്തനെ വിളിച്ചു. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അനന്തനും ബെന്നും ആൽഫിനും എഡ്വിനും ചേർന്ന് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ സംശയം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. എന്നിട്ടും അവസാനം ഇതുതന്നെ കേൾക്കേണ്ടി വന്നു. അനന്തം പറഞ്ഞു നിർത്തി. നിങ്ങൾക്ക് തോന്നാനിടയായ സംഭവം എന്നായിരുന്നു? ബെന്നി ചോദിച്ചു. ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിരിച്ചുവിട്ട സമയത്ത് രാജ് നല്ല രീതിയിൽ അപ്സെറ്റ് ആയിരുന്നു. ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല എന്നും ആരോടോ എന്തോ ഏറ്റുപോയി എന്നും പറഞ്ഞു. പക്ഷെ എന്തായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വീണ്ടും ചോദിച്ചപ്പോ എനിക്ക് വട്ടായി എന്നും ഞാനെന്താ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോയി. അപ്പോൾ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു. പിന്നെ ഞാനത് മൈൻഡാക്കിയില്ല. ഓ ഗോഡ്. എങ്കിൽ പിന്നെ അയാൾക്ക് കില്ലറുമായി ഡയറക്റ്റ് ആയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയോ എന്തോ ഒരു കണക്ഷനുണ്ട്. സർ, എനിക്ക് രാജൻ സാർ കുറിച്ച് ആരൊക്കെയോ തെറി വിളിച്ചു എന്നും പിന്നീട് കുറച്ച് ആളുകൾ ചേർന്ന് അവരെ വീട്ടിൽ കൊണ്ടാക്കിയെന്നും ഉള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഒരുപാട് സമയമായിരുന്നു. അനന്തൻ തന്റെ വീട്ടിലേക്ക് പോകുവാണെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ രാജനാണ്. അപ്പോൾ അനന്തൻ അവിടെ നിന്നും വീണ്ടും ബെന്നിന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. എന്നിട്ട് മെസ്സേജ് ഓപ്പൺ ആക്കി. അതൊരു വോയിസ് ആയിരുന്നു. അനന്തൻ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതിനു ശേഷം വോയിസ് പ്ലേ ചെയ്തു. സാർ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തതെന്നറിയാം. ചിലപ്പോൾ ഈ വോയിസ് സാറ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അയാൾ എന്നെ തേടി ഈ രാത്രി തന്നെ ഇവിടെ എത്തും. എന്റെ സാഹചര്യമാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. സാറിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പോൾ ആ വഴി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. സർ, എത്തി. എന്നെ കൊല്ലാനായി അവൻ എത്തിക്കഴിഞ്ഞു. സാർ, ഈ കേസ് നമ്മുടെ മാനന്തവാടിയിൽ നടന്ന പ്ലാസ. വോയിസ് കട്ടായി. വോയിസ് അതോടെ അവസാനിച്ചു. രാജന്റെ വോയിസ് ആയിരുന്നു അത്. ഷെറ്റ്, നമ്മുടെ അവസാനത്തെ കണ്ണിയായിരുന്ന രാജനെയും അയാൾ കൊന്നു. ഇതിപ്പോട്ടതാണ്. ചിലപ്പോൾ നമുക്ക് വേഗം ചെന്നാൽ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും വേഗം വാ. പോലീസ് ജീപ്പ് വേണ്ട. നിങ്ങൾ ആൽഫിന്റെ കൂടെ ബൈക്കിൽ കയറിക്കോ. കം ഫാസ്റ്റ്. ബെന്നും ആൽഫിനും എഡ്വിനും ആനന്ദ് സാറും കൂടി പെട്ടെന്ന് തന്നെ രാജന്റെ വീട്ടിലെത്തി. അവർ ശബ്ദമുണ്ടാക്കാതെ വീടിനകത്തേക്ക് കയറി. വീട് മൊത്തം ചോരയിൽ കുളിച്ചിട്ടായിരുന്നുള്ളത്. ഒരു സാധാരണക്കാരൻ ആ വീട് കണ്ട അവിടെ ഒരു കൊല നടന്നിട്ടുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞെരക്കം കേട്ട ഭാഗത്തേക്ക് ബെന്നും ആനന്ദും പതുങ്ങിച്ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച ഒരു നടുക്കം കൊള്ളിക്കുന്നതായിരുന്നു. കറുത്ത കോട്ടും കറുത്ത ഗ്ലൗസും ഇട്ട പിന്നിൽ നിന്ന് നോക്കിയാൽ ഒരു യുവത്വം തോന്നിക്കുന്ന മനുഷ്യൻ.
പെട്ടെന്നായിരുന്നു അവിടെയുള്ള ഒരു ഗ്ലാസ് അറിയാതെ നിലത്ത് വീണ് പൊട്ടിയത്. ആ നിശബ്ദതയിൽ അതൊരു നടുക്കമായി എല്ലാവർക്കും തോന്നി. പെട്ടെന്ന് ഞെട്ടിയ ആ അജ്ഞാത മനുഷ്യന് തന്റെ പിന്നിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ജീവന്റെ ഒരു അംശം മാത്രം ബാക്കി വെച്ച രാജിനെ അവിടെ ഇട്ടിട്ട് പോയി. കുറച്ചുനേരം അയാളുടെ പുറകെ ഓടിയെങ്കിലും ഒരു സിംഹത്തിന്റെ ബുദ്ധിയുള്ള അയാൾക്ക് മാനിന്റെ വേഗതയും ഉണ്ടെന്ന് അവർക്ക് തോന്നി. പിന്നീടുള്ള ഒരു ആശ്രയം രാജനായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ആ കച്ചിത്തുരുമ്പ് പ്രതീക്ഷയിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ദൂരേക്ക് എങ്ങോ മറഞ്ഞു. മരണമടഞ്ഞപ്പോഴും ആ ശരീരം വെട്ടിവിറയ്ക്കുന്നത് പോലെ ബെന്നിന് തോന്നി. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ശരീരം രാജന്റെ വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. തങ്ങളുടെ മുന്നിൽ കൊലയാളി എത്തിയിട്ടും പിടിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു. ബെൻ ഓരോന്നാലോചിച്ച് കിടക്കുവിരി നന്നാക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. തലയിണ കയ്യിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് അതിസാഹസികമായി കോൾ അറ്റൻഡ് ചെയ്തു. എന്താടി പെണ്ണെ, ഈ പാതിരാത്രിക്ക് വിളിച്ച് വെറുപ്പിക്കുന്നത് എന്നാത്തിനാ? ഓ പിന്നെ എന്റെ കെട്ടിയോനെ വിളിക്കണമെങ്കിൽ അങ്ങനെ സമയത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നേ. വിളിക്കണം തോന്നി അപ്പൊ വിളിച്ചു, മരിയ പറഞ്ഞു. ഓ എന്നാ കാര്യം പറഞ്ഞിട്ട് വെക്കാൻ നോക്ക്, നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് ഈയിടെ തീരെ ശ്രദ്ധയില്ല. ഞാനൊന്ന് വിളിക്കുന്നതിന് നിങ്ങളിങ്ങനെ വെറുപ്പ് കാണിച്ചാലോ? എനിക്കെന്റെ കെട്ടിയോനല്ലാതെ അപ്പുറത്തെ സുലോചനയുടെ ഭർത്താവിനെ വിളിക്കാൻ പറ്റുമോ? നിന്ന് കയറ് പൊട്ടിക്കണ്ട, ഇപ്പൊ റൊമാൻറ്റിക് ആവാനുള്ള മൂഡിലല്ല ഞാൻ. അതുകൊണ്ടല്ലേ എന്റെ മരിയക്കുട്ടി, ഈ കേസൊന്ന് തെളിഞ്ഞോട്ടെ, എന്നിട്ട് വേണം ലീവ് എടുത്തൊരു മാസം നിന്റെ കൂടെ നിൽക്കാൻ. അതിന് ലീവിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരില്ലയോ? നീ എന്ത് ഭ്രാന്താ പറയുന്നേ? ഇങ്ങോട്ട് വരണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്നെ കൊണ്ട് ഇവിടെ ഇരുന്ന് മടുത്തു. പിന്നെ അമ്മച്ചിയും പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പുറപ്പെട്ടു അങ്ങോട്ട്. നാളെ പുലർച്ചയ്ക്ക് ഞാൻ അവിടെ എത്തും. മോളെ, ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കിവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്. എന്റെ ഭാര്യയാണ് നീ എന്നറിയുന്നതോടുകൂടി നിനക്കും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിനക്കെന്തെങ്കിലും പറ്റിയാ പിന്നെ ഇതെനിക്ക് സഹിക്കൂ? അച്ചായ, നിങ്ങൾ 3 ആണുങ്ങളാണ് അവിടെ ഉള്ളത്. മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ആർക്കും അറിയണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ഏതെങ്കിലും മൂലയിലിരുന്നോളാം. പ്ലീസ് അച്ചായ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഏതായാലും വാ. ആ എന്നാ ശരി, മോൻ പോയി കിടന്നോ, നല്ല ക്ഷീണം ഉണ്ടാവൂലേ. സീ യു സൂൺ. പാവം മരിയ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കാണ് ഈ കേസ് എന്റെ കാലുമേൽ ചൊറിഞ്ഞു വന്നേ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് പെണ്ണ് ആഗ്രഹിക്കാതെ സ്വന്തം ഭർത്താവ് എപ്പോഴും കൂടെ വേണമെന്ന്? അത്രേ അവൾ ആഗ്രഹിച്ചുള്ളൂ. ഒരു വേളയിൽ അവളെക്കുറിച്ച് ഓർത്തപ്പോ കണ്ണുകളെ ഉറക്കം വന്ന് തഴുകിയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ മരിയ ബെന്നിന്റെ അടുത്തെത്തി. ആൽഫിനും എഡ്വിനും ഇതറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായിരുന്നു. ഇനി നല്ല ഫുഡ് കഴിച്ച് ശിഷ്ടകാലം കഴിയാലോ എന്ന് ആൽഫിൻ പറഞ്ഞപ്പോ എല്ലാവരും ഒരുമിച്ച് ചിരിക്കുകയായിരുന്നു. അത്രയും കാലം ചിരിയൊക്കെ മറന്നുപോയ ഈ മൂവർ സംഘത്തിന് സത്യം പറഞ്ഞ മരിയയുടെ കടന്നുവരവ് ഒരു ഉന്മേഷം ഉണ്ടാക്കുന്നതായി തോന്നി. ഈ ഉന്മേഷം അധികനാൾ നീണ്ടു നിൽക്കില്ല എന്ന സത്യം തിരിച്ചറിയാതെ കിട്ടിയ സമയം അവർ സന്തോഷത്തിനു വേണ്ടി മാറ്റിവെച്ചു. കളികൾക്കും ചിരികൾക്കും ഇടയിലും കേസിന്റെ കാര്യം വരുമ്പോൾ മൂവരും ഒരുപോലെ സീരിയസ് ആകുമായിരുന്നു. വീണ്ടും കരിനിഴലുകൾ മറ്റൊരു വീടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പായുന്നതറിയാതെ ഇനിയൊരു മരണമുണ്ടാവാൻ പാടില്ല എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. കുറച്ച് ദിവസങ്ങളിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമായതുകൊണ്ട് മരിയ അടുക്കളയിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. സ്ഥലം മാറിയതുകൊണ്ടാവാം മരിയ ഇന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. നിഷ്കളങ്കതയോടെ കിടക്കുന്ന ബെന്നിനെ കണ്ടപ്പോൾ അവൾക്ക് വിളിക്കാൻ തോന്നിയില്ല. വേഗം ഫ്രഷായി വന്ന് അടുക്കളയിലേക്ക് കയറി. പാചകം തുടങ്ങാനായി ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറി എടുക്കാൻ നോക്കിയ അവൾക്ക് ഒരു തക്കാളി അല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ സാധിച്ചില്ല. പച്ചക്കറി വാങ്ങാനായി ബെന്നിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കേരളം തന്നെയല്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിന് എന്താ കുഴപ്പം എന്നവൾ ഓർത്തത്. വേഗം ഒരു ചുരിദാറെടുത്ത് മാറ്റിക്കൊണ്ട് അവളുടെ പേഴ്സ് കൊടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. എവിടെയായിരിക്കും പച്ചക്കറി പീടിക എന്നാലോചിച്ച് നടക്കുമ്പോഴാണ് ഒരു മധ്യവയസ്കനെ അവൾ കാണാനിടയായത്. ഹേയ് ഹലോ, ഇവിടെ അടുത്ത് എവിടെയാ പച്ചക്കറി പീടികയുള്ളേ? അയാൾ നെറ്റിച്ചൊളിച്ച് അവളെ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി നേരെ നടന്ന ഒരു ജംഗ്ഷൻ കാണാം, അവിടെ തന്നെ പച്ചക്കറി പീടിക ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. നന്ദിയും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നോക്കിയ മരിയെ അയാൾ വീണ്ടും വിളിച്ചു. അല്ല, കുട്ടി ഇവിടെയൊന്നും കണ്ട് പരിചയമില്ലല്ലോ. ആ, ഞാൻ ബെന്നി. അല്ല, ഞാൻ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാ. കുട്ടി ബെന്നിന്റെ ഭാര്യയാണല്ലേ? അയാൾ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതെ, എങ്ങനെ മനസ്സിലായി? ഞാനും അവന് നല്ല കൂട്ടുകാരല്ലേ, അവൻ പറഞ്ഞിരുന്നു വരൂന്ന്, അങ്ങനെ മനസ്സിലായതാ. മരിയ അയാൾ പറഞ്ഞത് സത്യമെന്ന് കരുതി അയാളെ വിശ്വസിച്ചു. വീണ്ടും നന്ദി പറഞ്ഞ അവൾ പച്ചക്കറി പീടിക ലക്ഷ്യമാക്കി നടന്നു.
മരിയ പോയതും അയാൾ ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ആളിവിടെയുണ്ട്. മാനന്തവാടി ജംഗ്ഷനിലെ പച്ചക്കറിക്കടയിലേക്ക് 1 മിനിറ്റ് കൊണ്ടെത്തിയ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതും പറഞ്ഞ് ഒരു നിഗൂഢ ചിരിയോടുകൂടി അയാൾ എങ്ങോട്ടോ നടന്നകന്നു. ബെൻ എഴുന്നേറ്റ് നോക്കിയപ്പോ മരിയയെ കാണാനില്ലായിരുന്നു. ഇവിടുത്തെ എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് അവൻ പുതപ്പ് മാറ്റി നിലത്തേക്ക് ഇറങ്ങിയതും ബെന്നിന്റെ ഫോൺ അടിച്ചതും ഒരുമിച്ചായിരുന്നു. അവൻ വേഗം ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് നിന്ന് മരിയയുടെ നിലവിളിയായിരുന്നു കേട്ടത്. എന്തു പറ്റിയെന്ന് ബെൻ ചോദിച്ചപ്പോ അവള് വിക്കിക്കൊണ്ട് ഞാൻ ജംഗ്ഷനിൽ പച്ചക്കറി ഒരാൾ കത്തികൊണ്ട് വെട്ടി എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. നീ ജംഗ്ഷനിലാണുള്ളത്? ബെൻ വ്യാകുലതയോടെ ചോദിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പേഴ്സും കീയെടുത്ത് അവനോടി. അവിടെ എത്തുന്നതിനിടയ്ക്ക് മോളെ, നിനക്കൊന്നുമില്ല, ഇച്ചാനുള്ളപ്പോ ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. അവൾ ഇച്ചായെന്നും പറഞ്ഞ് ബോധമറ്റ് താഴെ വീഴുന്ന ശബ്ദം കേട്ടാണ് ബെന്നിന് അവൾ വീണതാണെന്ന് മനസ്സിലായത്. വളരെ അടുത്ത സ്ഥലമായിരുന്നിട്ട് കൂടി അവന് ദൂരം കൂടുതലുള്ള പോലെ തോന്നിയിരുന്നു. ജംഗ്ഷനിലെത്തിയതും അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി മുട്ടുകുത്തിയിരുന്ന് അവളെ തന്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തി. അപ്പോഴേക്കും ആരോ ബെന്നിന്റെ ജീപ്പെടുത്ത് അവർക്ക് നേരെയായി തിരിച്ചു വന്നു. അവളെ കയറ്റി വേഗം അയാളും കയറിയിരുന്നു. പോകുന്ന വഴിക്ക് അൽഫിനെയും മെഡുവിനെയും വിളിച്ചു. അവർ അവിടെയില്ലെന്നും കുറച്ചു കഴിഞ്ഞിട്ടേ വരുമെന്നും പറഞ്ഞു. അവളെ ഈ രീതിയിൽ കണ്ടതു മുതൽ ബെന്നിന് വളരെ വിഷമം വന്നിരുന്നു. താൻ കാരണമാണല്ലോ അവൾ ഈ അവസ്ഥയിലായതെന്ന് തോന്നൽ അവന്റെ മനസ്സിനെ വല്ലാതെ കുത്തിനോവിച്ചിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി സർജനെയായിരുന്നു കാണിച്ചിരുന്നത്. പേടിക്കാൻ മാത്രമുള്ള ആഴത്തിലുള്ള മുറിവില്ലാത്തത് കാരണം മുറിവിലെ അണുക്കളെല്ലാം ഒഴിവാക്കുകയും പിന്നീട് അത് ഡ്രസ്സിംഗ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും അവൾ ബോധത്തിലേക്ക് വന്നിരുന്നില്ല. അവളെ മുറിയിലേക്ക് മാറ്റി. ബെന്നും അവളുടെ അടുത്ത് പോയിരുന്നു. അല്പസമയത്തിന് ശേഷം അവൾ മെല്ലെ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത് ബെന്ന് മനസ്സിലാക്കി. കണ്ണു തുറന്നപ്പോ അവളെ മെല്ലെ ചുമലിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ അടുത്ത് പോയി അവനിരുന്നു. ഇനിയും നിനക്ക് ഇവിടെ നിൽക്കണോ മരിയ എന്ന് ഹാർദമായി അവൻ ചോദിച്ചപ്പോൾ അതിന് എന്തുത്തരം പറയണമെന്നറിയാതെ അവൾ കുഴഞ്ഞു. അല്പസമയം കൊണ്ട് ബെൻ ഒരുപാട് ടെൻഷൻ അടിച്ചുവെന്ന് അവന്റെ മുഖത്തു നിന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. താൻ കാരണം ഇനിയും അവനെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് ആലോചിച്ച് അവൾ പോകാമെന്ന് മനസ്സോടെ സമ്മതിച്ചു. നിനക്ക് മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, നീ റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് നിനക്ക് ചായയുമായി വരാമെന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോഴാണ് മരിയ വീണ്ടും അവന്റെ കൈ പിടിച്ചത്. അവൻ പോകാൻ നോക്കിയ അതേ സ്പീഡിൽ അവളുടെ അടുത്തിരുന്നു. എന്നിട്ട് പിരികം പൊക്കിക്കൊണ്ട് എന്താന്ന് ചോദിച്ചപ്പോ അവൾ മടിച്ച് നിങ്ങളെ ഒറ്റക്കാക്കി ഞാൻ മാത്രം എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോ ബെൻ ഒരു പുഞ്ചിരിയായിരുന്നു അവൾക്ക് ഉത്തരമായി കൊടുത്തത്. എന്നിട്ട് ബെൻ വീണ്ടും അവളോട് പറയാൻ തുടങ്ങി. ഇത് പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്, എന്റെ ഡ്യൂട്ടിയിൽ നിന്നും എനിക്ക് ഒളിച്ചോടാൻ കഴിയില്ല മരിയ. അതാലോചിച്ച് ഈ കുഞ്ഞു മനസ്സ് പുകയ്ക്കണ്ട. എന്റെ കയ്യിൽ എനിക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വങ്ങളും ഉണ്ട്. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയാണോ? ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ നീ എന്തു ചെയ്യും? ഓ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പൊക്കോളാം. വീട്ടിലേക്ക് പോകണ്ട നീ, അല്ലെങ്കിൽ ഈ അമ്മച്ചി സംശയരോഗിയാ. ഇനി നിന്റെ കോലം കൂടി കണ്ടിട്ട് വേണം ഇല്ലാത്ത പുകിലൊക്കെ ഉണ്ടാക്കാൻ. ഇന്നലെ എന്നെ മറിയം വിളിച്ചിരുന്നു. അവളുടെ ഡെലിവറിക്ക് ലേഡീസ് ആരും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇട്ടെ. ഇനിയിപ്പോ അവളുടെ അടുത്തേക്ക് തന്നെ പോവാലോ. നിന്റെ അനിയത്തിയുടെ കാര്യമാണോ പറയുന്നേ? ആ, പിന്നല്ലാതാരാ. അവളുടെ അമ്മച്ചിക്ക് വയ്യാഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അവളും സിജോച്ചായനും മാത്രമേ ഉള്ളൂ. നിനക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ മാഹിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നാ ഈവനിങ്ങിലുള്ള ഒരു ട്രെയിനുണ്ട്, അത് ബുക്ക് ചെയ്തു. എന്നാ പുലർച്ചയ്ക്ക് 5 മണിക്ക് കൃത്യം അവിടെ എത്തും. ആ, ഞാൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ ക്യാൻറ്റീനിൽ പോയി ചായ എടുത്തോണ്ട് വരാം. അവൻ പേഴ്സ് എടുത്ത് ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. മരിയെ പോവുകയാണെന്നറിഞ്ഞ അൽഫിനും എഡുവിനും അത് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ അവിടെ നിന്നാലുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കി അവർ നിശബ്ദരായി നിന്നു. എന്തൊക്കെയാണെങ്കിലും മരിയ വന്ന് കുറച്ചു ദിവസം കൊണ്ട് ആ വീട് ഒച്ചയാനക്കുള്ളതായി മാറിയിരുന്നു. മരിയ തന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വൈകുന്നേരം ബെന്നും മരിയയും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. സ്റ്റേഷനിൽ കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോൾ അവൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. അവൾ കയറിയതും എന്തോ വലിയ അപകടം നടക്കാനെന്ന പോലെ അവന്റെ ഹൃദയം ആവേശത്തോടെ ഇടിക്കാൻ തുടങ്ങി. ട്രെയിൻ വലിയ ശബ്ദത്തോടെ പോകുന്നത് നോക്കി അവൾ മായുന്നതുവരെ നോക്കി നിന്നു. ട്രെയിൻ അകലെ ഏതോ മൈതാനത്തിലെത്തിയപ്പോൾ കണ്ണിൽ നിന്ന് അലസമായി വന്ന മിഴിനീർത്തുള്ളികളെ 2 കൈകൊണ്ടും തട്ടിത്തെറിപ്പിച്ച് അവൻ ജീപ്പിനരികിലേക്ക് നടന്നു. വാതിലുകൾ മലർക്കെ തുറന്നിട്ട് ബെൻ താടിയിൽ കൈയും വെച്ച് ഏതോ ലോകത്തായിരുന്നു. ബെൻ പറഞ്ഞതനുസരിച്ച് അൽഫിനും എഡ്വിനും ചില ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോയതായിരുന്നു. പെട്ടെന്നാണ് ബെന്നിന്റെ ഫോൺ അടിച്ചത്. മരിയയുടെ ലോകത്തു നിന്നും ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട്
ഒരു ഉൾക്കിടലത്തോടെ അവൻ ഫോണിന്റെ ആൻസർ ബട്ടൺ അമർത്തി. നീതിപീഠമെന്നാൽ പണം കൊണ്ട് നിർമ്മിതമോ? എന്തൊരു അസംബന്ധം! മറുഭാഗത്ത് നിന്ന് ഈ വരികൾ ഒരുപാട് പ്രാവശ്യം കേട്ടതോടെ ബെൻ ഹലോ ഹലോ എന്ന് പല പ്രാവശ്യം പറഞ്ഞു നോക്കി. എന്റെ പൊന്നു സാറേ, അത് റേഡിയോ ആണ്. നിങ്ങൾ പറയുന്നതൊന്നും അവിടെ കേൾക്കില്ല എന്ന അജ്ഞാത ശബ്ദം കേട്ടാണ് ബെൻ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ബെന്നിന്റെ മുഖത്തേക്ക് അയാൾ പെട്ടെന്ന് തന്റെ മുഖം അടുപ്പിച്ചു. മഞ്ഞ പല്ലുകൾ കാണിച്ച് ഒരു കറുത്ത കമ്പിളിപ്പുതപ്പ് മാത്രം പുതച്ച വടിയുമായി നിൽക്കുന്ന അയാൾ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടതോടുകൂടി പോയ ധൈര്യങ്ങളെ പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുത്ത് താൻ ഏതാണെന്ന് ഒരു ഗർജന രൂപേണ ചോദിച്ചു. അപ്പോഴും ഒരു വശ്യമായ ചിരി കൊണ്ട് ആ ചോദ്യത്തെ അയാൾ തടഞ്ഞു നിർത്തി. വീണ്ടും അയാൾ പറഞ്ഞു തുടങ്ങി. കാലം തെളിയിച്ച ആ മനുഷ്യക്കാലൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്താനായിരിക്കുന്നു. സൂക്ഷിക്കുക. മൂർച്ചയേറിയ ആയുധങ്ങളെക്കാൾ മൂർച്ചയാണ് അവന്റെ ഓരോ പ്രവൃത്തികൾക്കും, അതുപോലെ അവന്റെ ഓരോ വാക്കുകൾക്കും. ഒന്നോർക്കുക, തലനാഴിയുടെ അകലം മാത്രാണ് ഇപ്പോൾ നീയും അവനുമായി ഉള്ളത്. നിന്റെ വെറും കർമ്മങ്ങളല്ല ഇനി ഈ നാടിനാവശ്യം, ബുദ്ധി കൊണ്ടുള്ള കർമ്മത്തെയാണ്. സൂക്ഷിക്കുക. അതും പറഞ്ഞ് അവൻ വീണ്ടും വശ്യമായി ചിരിച്ചുകൊണ്ട് ആ പടികൾ ഇറങ്ങി നടന്നു. അപ്പോഴാണ് അതുവഴി അനന്തനും ബെന്നിനും വീട്ടിലേക്ക് വന്നത്. നടന്നു വരുമ്പോൾ കാണുന്നത് ഭയാനകമായി തോന്നിക്കുന്ന ഒരാൾ ബെന്നിന്റെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ പെറുപെറുത്തു വരുന്നതാണ്. തന്റെ അടുത്തെത്തിയതും അയാളുടെ കയ്യിലുള്ള വടി അയാൾ അനന്തന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ചലിപ്പിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള നീക്കമായിരുന്നതുകൊണ്ട് അനന്തൻ കുറച്ചു ഭയന്നിരുന്നു. എന്നിട്ട് വേഗം ബെന്നിന്റെ വീട്ടിലേക്ക് കയറി. ഇത് കണ്ട് ആ മനുഷ്യൻ അട്ടഹസിച്ചുകൊണ്ട് വീണ്ടും എന്തൊക്കെയോ പെറുപെറുത്തു. എന്നിട്ട് തന്റെ വടി കൊണ്ട് ആ വീട് മൊത്തം ഒഴിഞ്ഞെടുത്ത് വീണ്ടും ആ വടി ആകാശത്തേക്ക് ഉയർത്തി കാട്ടി. ഒരു വട്ടം കൂടി അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ ഏതോ ദൂരത്തേക്ക് നടന്നകന്നു. അനന്തൻ ബെന്നിന്റെ അടുത്തേക്ക് വന്നപ്പോ അവൻ ഏതോ ലോകത്ത് തന്നെയായിരുന്നു. എത്ര കുലുക്കി വിളിച്ചിട്ടും അവനൊന്നും അറിഞ്ഞില്ല. അനന്തന് ദേഷ്യം വന്ന് അവൻ ഉരക്ക് പിടിച്ച് ഒരു ഉന്തു വെച്ചു കൊടുത്തു. അപ്പോഴാണ് തന്റെ ബാക്കിൽ അനന്തനുണ്ടെന്ന കാര്യം ബെൻ അറിയുന്നത് തന്നെ. നിങ്ങൾ എപ്പോ വന്നു എന്ന് ചോദിച്ച് അവൻ സോഫയിൽ കയറിയിരുന്നു. ഞാൻ കുറെ നേരമായി വന്നിട്ടെന്നും നിന്നെ വിളിച്ചിട്ട് അറിഞ്ഞില്ല എന്നൊക്കെ അനന്തൻ പറഞ്ഞു. പിന്നീട് അനന്തൻ കണ്ട ആ മനുഷ്യനെക്കുറിച്ച് ബെന്നിനോട് പറഞ്ഞപ്പോ ബെന്നും നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ് ബെൻ അനന്തന്റെ കയ്യിൽ നിന്ന് ചോര ഒലിക്കുന്നത് ശ്രദ്ധിച്ചത്. സാറിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. ആ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഷീന മരിച്ചു കിടക്കുന്ന ആ ലൊക്കേഷൻ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലല്ലേ? അവളുടെ അമ്മ വിളിച്ചിരുന്നു. അവളുടെ സാധനങ്ങൾ കൊടുക്കുമ്പോ അവൾ ഇട്ടിരുന്ന വള കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പൊ അവിടെ പോയി അത് അന്വേഷിച്ചിരുന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു കല്ലിൽ തട്ടി കാലൊന്ന് സ്ലിപ്പായി. പിന്നെ ആ വീട്ടുകാർ തന്നെ വെള്ളം എടുത്തു തന്നു. എന്നവാ തുടച്ചു തരാന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി ബെൻ അനന്തിന്റെ അടുക്കിലേക്ക് നീങ്ങി. കൈ തുടക്കാൻ വേണ്ടി തിരിച്ചപ്പോഴാണ് അവൻ അനന്തിന്റെ കയ്യിൽ ഒരു നീല കളർ കൊണ്ട് അധികം വ്യക്തമല്ലാത്ത എന്നാൽ തലതിരിഞ്ഞു കിടക്കുന്ന ചില അക്ഷരങ്ങൾ കണ്ടത്. അവനത് സൂക്ഷ്മതയോടെ വായിക്കാൻ തുടങ്ങി. നീ നീ തീ പാ എന്താ സാർ ഇത്? അവനൊന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും വായിച്ചു. നീതിപീഠം. അതെ, ഇതങ്ങനെ തന്നെയല്ലേ വായിക്ക? അനന്തരം തന്റെ കൈ പറ്റുവോളം തിരിച്ചു പിടിച്ച് വായിക്കാൻ ശ്രമിച്ചു. അനന്തരം നീതിപീഠം എന്ന് തന്നെയായിരുന്നു വായിച്ചത്. പെട്ടെന്ന് രണ്ടാളും എന്തോ കിട്ടിയതുപോലെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അപ്പൊ നമുക്ക് എല്ലാ മരിച്ച സ്ഥലങ്ങളും അന്വേഷിക്കണ്ടേ? വേണം. എത്ര പെട്ടെന്നാണോ അതാ ഏറ്റവും നല്ലത്. നമുക്കിപ്പോ തന്നെ നോക്കിയാലോ? അതാ നല്ലത്. നമ്മൾ പറഞ്ഞ പോലെ ഇനിയൊരു മരണം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. അതും പറഞ്ഞ് രണ്ടാളും 3 സ്ഥലങ്ങളിലുമായി അന്വേഷിച്ചു. വിചാരിച്ച പോലെ തന്നെ ഒരു പേപ്പറിൽ നീതിപീഠം എന്നാൽ പണം കൊണ്ട് നിർമ്മിതമോ എന്നൊരു അസംബന്ധം എന്ന് പല കളറുകളിൽ എഴുതിയിരുന്നു. കുറെ ദിവസം മുന്നേയുള്ള എഴുതായതുകൊണ്ട് അവിടെയും ഇവിടെയുമായി കുറെ മങ്ങിപ്പോയിട്ടുണ്ട്. ഉള്ളത് തന്നെ ഇന്നത്തെ മഴയിൽ പകുതിയും പേപ്പറിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ വാക്യം ആദ്യമേ കേട്ടതുകൊണ്ടാവണം മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടിയില്ല. ഇതൊക്കെ കണ്ടുപിടിച്ച് ബെന്നും അനന്തനും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ മരണത്തിനും ജീവിതത്തിനും ഇടയിലാണെന്നും ബോധ്യം അനന്തനും ബെന്നിനും നന്നായി തന്നെ ഉണ്ടായിരുന്നു. ബെൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അൽഫിനും എഡ്വിനും അവിടെ എത്തിയിരുന്നു. ബെൻ അവരെ കണ്ടപ്പോൾ തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെയും അവരോട് പറഞ്ഞു. പിന്നീട് അവർ ഡിസ്കസ് ചെയ്തത് അന്ന് രാജൻ പറഞ്ഞ മനന്തവാടിയും പ്ലാസയുമായുള്ള കണക്ഷനെ കുറിച്ചായിരുന്നു. ഓരോന്നാലോചിച്ച് ഓരോരുത്തരും കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്ലാസയുടെ ബാക്കി എന്തോ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഏതായാലും ബാക്കി നാളെ നോക്കാമെന്ന നിഗമനത്തിൽ അവർ കിടക്കാൻ വേണ്ടി പോയി. ഓരോരുത്തരും കിടന്നു എന്നല്ലാതെ അവർക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കുറേ സമയത്തിന് ശേഷം എല്ലാവരുടെയും കണ്ണുകൾ നിദ്രയിലേക്ക് കണ്ടു. പ്രഭാതം പൊട്ടിവീണപ്പോ മാളികമല എന്നത്തേതിലും നിന്നും വ്യത്യസ്തമായി തോന്നിയിരുന്നു.
ഇനിയൊരു കൊലയ്ക്കും കൂടി ദൃക്സാക്ഷിയാകേണ്ടി വരും എന്ന മുന്നറിയിപ്പോടുകൂടി അത് വീണ്ടും അതിന്റെ ക്രൂരതയെ എടുത്തുകാട്ടി. മാളികമലയിലെ ആ പൊട്ടിവീഴാറായ ബിൽഡിങ്ങിന് പോലും ഇനിയുള്ള കൊലയെപ്പറ്റി പുളകിതം പൂണ്ടിരുന്നു. ഒരിക്കൽ നീതിക്ക് വേണ്ടി ചുറ്റിൽ നിന്നും ദയയെ അന്വേഷിച്ചു പോയവന്റെ കണ്ണിൽ ഇന്നൊരു തുള്ളി പോലും ദയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാളികമലയും ആ ബിൽഡിങ്ങും അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വെച്ച് കൊടുത്തിരുന്നു. ബിൽഡിങ്ങിൽ നിന്നും പെട്ടെന്ന് ഒരു അട്ടഹാസം മുഴങ്ങി. ഭക്ഷണത്തിനു വേണ്ടി അലയാനിറങ്ങിയ കാക്കകളും പൂച്ചകളും, എന്തിന് പട്ടികൾ വരെ ആ അലർച്ച കേട്ട് 4 ഭാഗങ്ങളിലുമായി കൊണ്ട് ചിന്നിച്ചിതറി. അതെ, ഇനി വെറും 4 ദിവസങ്ങൾ കൂടി. അത് കഴിഞ്ഞാൽ താൻ ആഗ്രഹിച്ചു നിന്ന ദിവസം ഏതാണോ ആ ദിവസം തന്നെ വന്നെത്തും. തന്റെയും മരണത്തിൻ മണികൾ മുഴങ്ങിയിരിക്കുന്നു. തന്റെ കർത്തവ്യം കഴിഞ്ഞ ഉറപ്പായും ഞാൻ വരും നിന്റെ അരികിൽ. ഇത് നിന്റെ പ്രാണൻ തരുന്ന വാക്കാണ്. നിന്നെ ആരാണോ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അവരെയും അവരുടെ ബന്ധുക്കളെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മാധു, എന്റെ ഈ കൈകൾ കണ്ടു. ഇതുകൊണ്ടാ ഞാൻ എല്ലാരെയും കൊന്നത്. എന്തിനാണെന്നറിയോ? നിനക്ക് നമ്മുടെ കുഞ്ഞിനും വേണ്ടി. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നില്ലേ, ഞാനും നീയും നമ്മുടെ കുഞ്ഞുമുള്ള ആ കുഞ്ഞു ലോകത്തെക്കുറിച്ച്. നിനക്കറിയോ, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ വാങ്ങാൻ എന്തോരാഗ്രഹിച്ചു എന്ന്. എന്നിട്ടും ആ കഴുകന്മാർ തളർത്തി കളഞ്ഞില്ലേ നമ്മുടെ ലോകത്തെ. അപ്പോ പിന്നെ ഈ കൈ കൊണ്ട് ജീവനെടുക്കുന്നതിൽ ഒരല്പം പോലും ഞാൻ പശ്ചാത്തപിക്കില്ല. ഇല്ല മാധു, നിന്റെ ഏട്ടൻ ഒരിക്കലും തളരില്ല. എനിക്ക് ജീവിക്കണം നിന്റെയും കുഞ്ഞിന്റെയും ഒപ്പം. അയാളൊരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ തന്നെയുള്ള ഫോണിന്റെ കരച്ചിൽ കേട്ടാണ് ബെൻ ഉറക്കമുണർന്നത്. ഉറക്കത്തിന്റെ ക്ഷീണം മാറ്റാനെന്നോണം കൈ മുകളിലേക്ക് ഉയർത്തി കൂട്ടുവായിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കണ്ടുപിടിച്ചു. അതിലുള്ള പേര് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചിട്ട് പുഞ്ചിരി വിടാതെ തന്നെ അവൻ ഹലോ എന്ന് വിളിച്ചു. ഇച്ചായ, ഞാൻ മറിയത്തിന്റെ അടുത്ത് എത്തിയിട്ടോ എന്നും പറഞ്ഞ് അവന്റെ ഉത്തരം കാത്തെന്നോണം അവൾ നിശബ്ദയായി. നീ ഇപ്പൊ എത്തിയിട്ടേയുള്ളൂ? 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് 7 മണിയായല്ലോ. അതും പറഞ്ഞ് അവൻ ക്ലോക്കിലേക്ക് ദൃഷ്ടി വായിച്ചു. അല്ല, ഞാൻ 5:30-ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉറങ്ങായിരിക്കുമെന്ന് കരുതി, അതാ വിളിക്കാഞ്ഞേ. അവിടെ എന്താ വിശേഷം? അവൾക്ക് കുഴപ്പമൊന്നുമില്ലാലോ അല്ലേ? ബെന്നി ചോദിച്ചു. ആ, ചെറുതായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അവളെ ഇന്ന് രാവിലെ തന്നെ സർജറിക്ക് കൊണ്ടുപോയി. അവളുടെ പ്ലാസന്റയ്ക്ക് ന്യൂട്രിയൻസ് ബേബിക്ക് കൊടുക്കാനുള്ള കഴിവില്ല പോലും. ആണോ? അപ്പൊ എന്ത് ചെയ്യും? ആ പ്ലാസന്റ... നിർത്ത്, നീ ഒന്നുകൂടി പറഞ്ഞേ ആ സർജറിയുടെ പേര്. പ്ലാസന്റ സർജറി. 1 മിനിറ്റ് മരിയ, ഞാൻ ഹോൾഡ് ചെയ്യണേ, നീ വെയിറ്റ് ചെയ്യേ എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഹോൾഡ് ചെയ്ത് രാജൻ അന്ന് അവൻ അയച്ചു കൊടുത്ത ആ ഓഡിയോ വീണ്ടും ഒന്ന് കേട്ടു നോക്കി. എന്നിട്ട് റെക്കോർഡായി വന്ന മരിയയുടെ വോയിസും കേട്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി. അൺഹോൾഡ് ചെയ്ത് മരിയോട് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ബെൻ അനന്തനെ വിളിക്കാൻ വേണ്ടി അവന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റൂ? ഒരു അർജന്റ് ഉണ്ടായിരുന്നു. അനന്തൻ ഫോൺ എടുത്തപ്പോൾ ബെന്നിന്റെ ആവശ്യം ഉന്നയിച്ചു. വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. 2-3 മിനിറ്റിന് ശേഷം അനന്തൻ അവരുടെ വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും അൽഫിനും മെഡിനും പ്രഭാത പണികളൊക്കെ കഴിച്ച് കപ്പിൽ ചായയുമായി എത്തി. വേറൊരു കപ്പെടുത്ത് അതിലേക്ക് ചായ പകരാൻ നോക്കിയപ്പോഴാണ് ബെന്നിന് പല്ല് തേച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവനൊരു മിനിറ്റിൽ കാര്യം സാധിച്ചു വന്നു. അപ്പോഴേക്കും അനന്തനും കയ്യിൽ കോഫിയുമായി വന്നിരുന്നു. എല്ലാവരും കൂടി ടേബിളിലിരുന്ന് നിശബ്ദതയോടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശബ്ദതയെ കീറിമുറിച്ച് ബെൻ തന്നെ പറയാൻ ആരംഭിച്ചു. ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അന്ന് നമ്മളെ ആശങ്കക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് രാജൻ സാറ് നമുക്ക് തന്ന ആ പസിലില്ലേ, അതിന്റെ കംപ്ലീറ്റ് ഫോം പ്ലാസന്റ് ആണെങ്കിലോ എന്ന് ചോദിച്ചു. അവരുടെ ഉത്തരത്തിനായി ബെൻ വെയിറ്റ് ചെയ്തു. കുറച്ചുനേരം ആലോചിച്ചു നിന്ന അനന്തൻ എന്തോ ഓർമ്മ വന്നതുപോലെ മുഖം ചുളുക്കിക്കൊണ്ട് ബെന്നിന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് ഒന്നും മനസ്സിലാവാതെ എഡ്വിനും ആൽഫിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. പിന്നെ രണ്ടാളും മുഖം വെട്ടിച്ചു. അനന്തനെ നോക്കിയപ്പോ അപ്പോഴേക്കും അനന്തൻ കാര്യം പറയാൻ തുടങ്ങി. നിങ്ങൾ ഉദ്ദേശിച്ചു വരുന്നത് ആ പ്ലാസന്റയുടെ ബാക്കിയാണെന്ന് എന്നതല്ലേ? ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എനിക്കൊരു കാര്യം പിടികിട്ടി. എന്താണെന്നറിയോ, ഞാനിവിടെ ചാർജ് എടുത്ത സമയത്ത് തന്നെ അങ്ങനെയൊരു പ്ലാസന്റ് വഴിയുള്ള ഇഷ്യൂ ഞാൻ കേട്ടിരുന്നു. ബട്ട് കൃത്യമായി ചോദിച്ചാൽ എന്തായിരുന്നു സംഭവം എന്നൊന്നും ഓർമ്മയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് വേ. അതിന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ആ കേസിന്റെ ലീഡിംഗ് ഏറ്റെടുത്ത ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അവരെ കാണേണ്ടി വരും. എങ്കിലും ഇപ്പോൾ എന്റെ മനസ്സ് പറയുന്നത് അടുത്ത മരണം വേഗം തന്നെ ഉണ്ടാവുമെന്നാണ്. അങ്ങനെ ഇനി ഒരു മരണം കൂടി മാനന്തവാടിക്ക് സഹിക്കാൻ കഴിയില്ല. സോ നമുക്കാദ്യം കേസ് ഫയലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിലെന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അനന്തന്റെ സംസാരം കഴിഞ്ഞതും എല്ലാവരും അയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു.
അപ്പോഴും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇനിയൊരു കൊല ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അവരെത്തുമ്പോഴേക്കും അനന്തൻ തന്റെ പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നറിയാമായിരുന്നെങ്കിലും ഏത് വർഷമാണ് എന്ന് വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിന്റെ തിരച്ചിലിന് ശേഷം അയാൾ ഉദ്ദേശിച്ച സാധനം തന്നെ ലഭിച്ചു. പിന്നീട് എല്ലാവരെയും മുഖത്ത് നോക്കി അതിൽ നിന്ന് തനിക്ക് ലഭിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാരാണ് കേസ് കൊടുത്തത് എന്ന് മാത്രം ഇതിലില്ല, ബട്ട് ഇത് ആരൊക്കെയോ ചേർന്ന് ഒതുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനന്തൻ ഏതോ ഒരു കാര്യം ഓർമ്മ വന്നതുപോലെ വീണ്ടും ഫയലിലേക്ക് നോക്കാൻ തുടങ്ങി. യെസ് എന്ന് പറഞ്ഞ് വീണ്ടും ബെന്നിന്റെ മുഖത്തേക്ക് നോക്കി. ഇതിൽ നമുക്ക് വേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ പ്രതികളായ 4 പേരില്ലേ, അവർ 4 ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതായത് 4 ഏകദേശം ആക്സിഡന്റ് വഴിയാണ് മരിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ് ഈ 4 ഫാമിലി ഒരിക്കൽ സ്റ്റേഷനിൽ വന്ന് കച്ചറുണ്ടാക്കിയിരുന്നു. എന്നാൽ അതിലൊരു മർഡർ കേസാക്കാൻ മാത്രമുള്ള എവിഡൻസ് ഇല്ലാത്തതിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്കത് വെറും ആക്സിഡന്റ് ആക്കേണ്ടി വന്നു. അതായത് അതിൽ കൂട്ടിയിടിച്ച ആളും സ്പോട്ടിൽ മരിച്ചു എന്നതായിരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത്. അപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? അതെ, ഞാൻ കോൺസ്റ്റബിളായി കയറിയ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആവാനായില്ലേ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ എനിക്ക് തോന്നിയ കാര്യം, ഒരു സൈക്കോ കില്ലർ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഏകദേശം ഓർഡർ ഉണ്ടാവും. ചിലപ്പോൾ ഈ മരിച്ച 3 ആളുകളുടെയും തീയതികൾ തമ്മിലും നമ്മൾ അറിയാത്ത രീതിയിലോ അല്ലെങ്കിൽ അറിയുന്ന രീതിയിലോ ആയിക്കൊണ്ട് ഓർഡർ ഉണ്ടാവും, ബെന്നു പറഞ്ഞു. അനന്തൻ വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് കണ്ണുന്നിട്ട് മൗസ് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. വീണ്ടും തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയതുപോലെ കൈ രണ്ടും മേശയിലടിച്ചു. എസ് എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി. ഈ മരിച്ച 4 ആളുകൾക്കും ഏകദേശം ചെറിയ മാസങ്ങൾക്ക് മാത്രം വ്യത്യാസമുള്ള പെൺമക്കളുണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ വീണ്ടും അവരുടെ മക്കളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സെർച്ച് ചെയ്തത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ. എന്ന് വെച്ചാ മരിച്ച പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ ആക്സിഡന്റിൽ മരിച്ച ആളുകളുടെ മക്കളാണ്. അതിൽ 3 ആളുകളുടെ മക്കളും മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. ഇനി ഒരാളും കൂടിയുണ്ട്. നമുക്ക് അന്വേഷിക്കേണ്ടത് അവൾ ഗർഭിണിയാണോ എന്നും ഇനിയാണെങ്കിൽ അയാൾ കൊല്ലാൻ കണക്കുകൂട്ടിയ തീയതിയുമാണ്. എന്നാ അഡ്രസ്സ് പറ, ഞാനും അൽഫിനും പോയി ഒന്ന് അന്വേഷിച്ചു വരാം. എഡ്വിൻ പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിൽ അഡ്രസ്സ് എഴുതി അൽഫിനെയും കൂട്ടി വണ്ടി വിട്ടു. പോയപ്പോ തന്നെ അനന്തും പെണ്ണും കൂടി പേപ്പറും പെന്നും എടുത്ത് പെണ്ണു മരിച്ച തീയതിയും എല്ലാം എഴുതി തലപുകച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അൽഫിനും എഡ്വിനും പോയ കാര്യം അന്വേഷിച്ച് അവരുടെ അടുത്തെത്തിയിരുന്നു. ആ പെണ്ണും പ്രഗ്നന്റ് ആണെന്നും 8 മാസമായി എന്നും പറഞ്ഞു. പിന്നീട് അവർ ഈ തീയതികൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് അൽഫിൻ എന്തോ ആലോചിച്ചെന്ന പോലെ ആ പേപ്പർ വാങ്ങിയൊന്ന് സൂക്ഷ്മമായി നോക്കി. പിന്നീട് ഒരു വിജയത്തിന്റെ പുഞ്ചിരി നൽകിക്കൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി. ഇവന്റെ ചെയ്തികളൊക്കെ കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി. ഇത് കണ്ടോ, ഒരാളുടെ അച്ഛൻ 3/4/2002 ഇതിലാണ് മരിച്ചതെങ്കിൽ അയാളുടെ മകൾ 7/4/2019 മരിച്ചത്. അങ്ങനെ എല്ലാവരുടെയും അച്ഛനും മകളും മരിച്ചത് തമ്മിൽ സാമ്യതയുണ്ട്. എന്ന് വെച്ചാ ഇനി 4ാമത്തെ ആൾ മരിച്ചത്. അനന്തനിടയിൽ കയറി പറഞ്ഞു. ഹേ നിർത്ത്, നീ എന്തൊക്കെ വിവരക്കേടാ വിളിച്ചു പറയുന്നേ. ഡാ, എന്റെ സങ്കല്പം വെച്ച് ഒരിക്കലും ഒരു കില്ലർ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഓർഡറൊന്നും തീയതികൾക്ക് കൊടുക്കില്ല. അവർ ഒരിക്കലും പോലീസ് തങ്ങളെ കിട്ടണമെന്ന് വിചാരിക്കില്ല. സോ ഞാൻ പറയുന്നത് കേൾക്ക്, ഇതിൽ വേറെ എന്തോ ഒരു നിഗൂഢതയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നേ. ബെൻ തുടർന്നു. അല്ല അൽഫിൻ, നീ ബാക്കി കൂടി പറയേ, എന്നിട്ട് നോക്കാലോ. ഇനി അടുത്ത മരണത്തെക്കുറിച്ച് എന്താ നീ പറയാൻ വന്നത്? ഇതുവരെ നീ എത്തിച്ചില്ലേ, ബാക്കി കൂടി പറയേ. മൂട് പോയി. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചത് നോക്കാനാണെങ്കിൽ ഇന്ന് രാത്രിയാണ് അടുത്ത കൊല്ലം നടക്കാൻ പോകുന്നേ. അതായത് 4ാമത്തെ ആൾ മരിക്കുന്നത് 5/6/2003 അപ്പൊ അതനുസരിച്ച് നോക്കിയാ 9/6/2019 എന്ന് വെച്ചാ ഇന്ന് രാത്രി. നോ, ഇനിയൊരു കൊല കൂടി നടക്കാൻ പാടില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ സെറ്റിംഗ്സും റെഡിയാക്കാനായി അവരുടെ വീട്ടിലേക്ക് ഇന്ന് തന്നെ പുറപ്പെടുന്നു. ഇനിയും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നോക്കിയാൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണം കൂടി നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ എല്ലാവരും കൂടി ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. കൊലയാളി അടുത്തത് അവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവരെ അറിയിക്കാതെ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു അവർ കരുതിയത്. അതുപോലെ തന്നെ കൊലയാളി താൻ സ്കെച്ചിട്ട വീടിനെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റായി ചെന്ന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുറച്ചാളുകളെ അതിനു ചുറ്റും ഒളിപ്പിച്ചു വെച്ചിട്ട് അവരോട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അവരെ അറിയിക്കണമെന്നും
ഞങ്ങൾ 8 മണിക്കുള്ളിൽ ഇവിടെ എത്താമെന്നും അറിയിച്ചു. പിന്നീട് അനന്തൻ 8 ആവുമ്പോഴേക്കും ഡയറക്റ്റ് ഈ ലൊക്കേഷനിലേക്ക് വരാമെന്നും നിങ്ങൾ അപ്പോഴേക്കും ഇവിടെ എത്തിയാൽ മതിയെന്നും ബെന്നിനോട് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും അവരുടെ ആളുകളോട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു. തന്റെ വണ്ടി അമിത സ്പീഡിൽ ഓടിച്ച് എത്രയും പെട്ടെന്ന് മാളികമലയിൽ എത്തണമെന്ന ലക്ഷ്യത്തോടെ കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടൊന്നും തോന്നാത്ത എന്തോ ഒരു ദൂരക്കൂടുതൽ അയാൾക്ക് അനുഭവപ്പെട്ടു. മാളികമലയിലെത്തിയതും പൊടിഞ്ഞു വീഴാറായ ആ ബിൽഡിങ്ങിലേക്ക് അയാൾ ഇറങ്ങി ഓടിച്ചെന്നു. അപ്പോഴേക്കും തന്റെ വിഷമങ്ങളെ വരവേൽക്കാനായി മഴ ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു. മാധു. പിന്നീട് ഒരലർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ശബ്ദത്തിന്റെ കാഠിന്യമെന്നോണം അതിനു മുകളിലിരുന്ന പക്ഷികളൊക്കെയും പറന്ന് അകന്നുപോയി. അയാളുടെ ശബ്ദം കൊണ്ട് പൊട്ടിവീഴാറായ ബിൽഡിംഗ് പോലും ഒന്ന് ചരിഞ്ഞു. മാധു, നിന്റെ ചേട്ടന് നിന്റെ എല്ലാ വാക്കുകളും പാലിക്കാൻ പറ്റിയിട്ടില്ല മാധു. എന്ന് കരുതി ഞാൻ ആരെയും വെറുതെ വിടാനും പോകുന്നില്ല. എനിക്ക് വേണം അയാളുടെ രക്തത്തെ. കലി തീരുന്നത് വരെ എനിക്ക് നശിപ്പിക്കണം. അതൊരു കുഞ്ഞാണെന്ന പരിഗണന പോലും ഞാൻ കൊടുക്കില്ല. ആ കുഞ്ഞൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. അയാളുടെ രക്തത്തിന്റെ വയറ്റിൽ പിറന്നു എന്നൊരു തെറ്റ്. പക്ഷേ എനിക്ക് മുന്നിൽ അത് മാർപ്പാർഹിക്കാത്തൊരു തെറ്റ് തന്നെയാണ്. അയാൾ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ വേറൊരു മുറിയിലേക്ക് ചെന്ന് ഒരു വലിയ ഫോട്ടോ ഫ്രെയിമുമായി വന്നു. അത് തന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ മുട്ടുമലിരുന്ന് തന്റെ പ്രിയസഹിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. മാൻമിഴി കണ്ണുള്ള ഒത്ത പല്ലോടുകൂടിയ നീലൻ മുടികൾ പിന്നിലേക്ക് ഇട്ടുകൊണ്ടുള്ള ഒരു സുന്ദരിയായിരുന്നു അത്. കുറച്ചു നിമിഷം അയാൾ തന്റെ സഖിയുമായുള്ള ഓരോ നിമിഷങ്ങളും മനസ്സിലേക്ക് ആവാഹിച്ച് ദീർഘനിശ്വാസം വിട്ട് വീണ്ടും അവളുടെ മുന്നിലേക്ക് നിന്നു. എടി പെണ്ണേ, നീ കാത്തിരുന്നു. നിന്റെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ട് മാത്രമേ ഇനി എനിക്ക് നിന്റെ അടുക്കിലേക്ക് ഒരു മടക്കുള്ളൂ. നീ കാത്തിരിക്കില്ലേ നിന്റെ ഏട്ടന് വേണ്ടി? ഞാൻ വരും. നമുക്കിവിടെ കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ നിന്ന് തുടങ്ങണം. ഇതിനായി നിന്റെ ഏട്ടന് നീ പറഞ്ഞ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇന്ന് എന്നെയും കാത്ത് 8 മണിക്ക് അവർ വരും. അവരുടെ മുന്നിൽ നിന്നും അവളെ കൊല്ലാൻ എളുപ്പമാണ്. എന്നാൽ എനിക്ക് പിന്നീട് നിന്റെ അടുക്കൽ വരണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കരിനിഴലായി ആരെയും ഞാൻ വരുത്തിക്കില്ല. മാധു, ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്കാണ്. നീ എന്നെ വിശ്വസിക്കില്ലേ മാധു? അപ്പോഴേക്കും അയാളുടെ ശബ്ദം സങ്കടം കൊണ്ടും അതിലുപരി ആവലാതി കൊണ്ടും നേർത്തുപോയിരുന്നു. വീണ്ടും ഒരുപാട് സമയം അവളുമായി ചെലവഴിച്ച ഓരോ സന്തോഷ നിമിഷങ്ങളും ഓർത്ത് ഒരു ഭ്രാന്തനെ പോലെ മുടിപിടിച്ച് വലിച്ചുകൊണ്ടു നിന്നു. തന്റെ ആഗ്രഹങ്ങളെ മൊത്തം പാഴാഗ്രഹങ്ങളാക്കി തന്നെ വിട്ടുപോയ തന്റെ സഖിയെ ആലോചിച്ചപ്പോ കൺകോണിൽ അയാൾ പോലും അറിയാതെ പകയുടെ അഗ്നികോളങ്ങൾ കത്തിച്ചൊരിക്കാൻ തുടങ്ങിയിരുന്നു. മാളികമല മൊത്തം മഴയുടെ തണുപ്പിൽ രോമാഞ്ചപൂരിതമായിട്ടും അയാളുടെ ഉള്ളിലെ അടങ്ങാത്ത തീ കാരണം അയാൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു. നെറ്റിയിൽ നിന്നും മീശയിൽ നിന്നുമൊക്കെ വിയർപ്പ് കണങ്ങൾ അയാളുടെ സമ്മതമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നിട്ടും അത് തുടച്ചു നീക്കുക പോലും ചെയ്യാതെ ഒരു ശില കണക്കെ ആ നിൽപ്പ് അയാൾ തുടർന്നു. മഴയുടെ കൂടെ ആർത്തിരമ്പി വരുന്ന ഇടിയുടെ മുഴക്കായിരുന്നു അയാളെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത്. ചോരയുടെ അറപ്പുളവാക്കുന്ന ആ ഗന്ധം അയാൾ ഒരു ലഹരി പോലെ ആവോളം മൂക്കിലേക്ക് വലിച്ചു കയറ്റി. എന്നിട്ടൊരു ബ്ലാക്ക് കോട്ടും മാസ്കും കയ്യുറകളും ഇട്ട് തന്റെ അരയിലേക്ക് ഒരു കത്തിയെ തിരികെ വെച്ച് ഒന്നും കൂടി അയാൾ ആ ഫ്രെയിമിലേക്ക് നോക്കി വീണ്ടും നടന്നകന്നു. അപ്പോഴേക്കും മഴയൊക്കെ തോർന്നിരുന്നു. സമയം ഏകദേശം 6 മണിയോടടുക്കാറായിരുന്നു. മോളെ, വേണ്ട, നിങ്ങൾ ആ കുഞ്ഞിനെ ഉപദ്രവിക്കല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈസയാണോ? പറയാതെ അവളൊന്നും ചെയ്യരുത്. പെട്ടെന്ന് പെൺ ഞെട്ടി എണീറ്റ് എല്ലായിടത്തേക്കും ദൃഷ്ടി വായിപ്പിച്ചു. ഇല്ല, ഞാൻ കണ്ടത് സ്വപ്നം മാത്രമായിരുന്നുവെന്നും അതും പറഞ്ഞ് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റതും അൽഫിനും എഡ്വിനും കൂടി ബെന്നിന്റെ അടുത്ത് വന്ന് കാര്യം തിരക്കി. ഒരു കുഞ്ഞിനെ കറുത്ത ഗ്ലൗസും കറുത്ത കോട്ടും ഇട്ട കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരാൾ കത്തി വീശി അതിനെ കൊല്ലാൻ നോക്കുകയാണ്. ഇത് കണ്ട ഞാൻ അയാൾക്ക് നേരെ അലറി വിളിച്ചു കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഞെട്ടിയെണീറ്റു. ഒരു നെടുവേർപ്പെട്ടിട്ട് നമുക്കിനി റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നും ഇപ്പൊ തന്നെ പാലയ്ക്കൽ വീടായ കൊലയാളി സ്കെച്ചിട്ട വീട്ടിലേക്ക് പോകണമെന്നും എന്തു വില കൊടുത്തും മീര എന്ന പെണ്ണിനെയും അവളുടെ രക്തത്തെയും രക്ഷിക്കണമെന്നും പറഞ്ഞു. സമയം നോക്കിയപ്പോ 6 മണിയായിട്ടുള്ളൂ. എങ്കിലും ഒരു മരണവാർത്ത കൂടി കേൾക്കാനുള്ള മനസാക്ഷിയില്ലാത്തത് കാരണം അവർ വീട്ടിലേക്ക് അപ്പൊ തന്നെ പുറപ്പെട്ടു. വീട്ടിലെത്തിയതും അവർ കണ്ടു മീര എന്ന കുട്ടിയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും എങ്ങോട്ടോ ആവലാതി പിടിച്ചു പോകുന്നത്. ഇടയിൽ കൂടി വാതിലടയ്ക്കണേ, ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അവരുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ കൊലയാളി പണി തുടങ്ങിയെന്ന് മനസ്സിലായതും ബെൻ ആൽഫിനെയും എഡ്വിനെയും പുറത്തു നിർത്തി ഉള്ളിലേക്ക് മെല്ലെ കടന്നു. വാതിൽ പൂട്ടിയതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. 6:30 ആവുമ്പോഴേക്കും കറുത്ത കോട്ടും ഗ്ലൗസും ഇട്ട ആൾ
ആദ്യത്തിൽ തന്നെ സ്കെച്ചിട്ടതുപോലെ ചെറിയ ഒരു ഓട് മാത്രം ഇളക്കി കയറിന്റെ അറ്റം മരത്തിൽ കെട്ടിയിട്ട് മറ്റേ ഭാഗം പിടിച്ച് തൂങ്ങിപ്പിടിച്ച് അതിൽ നിന്നും ഊർന്നിറങ്ങി. നോക്കിയപ്പോ പെണ്ണാ റൂമിലില്ലെന്ന് മനസ്സിലായതും അരയിലുള്ള കത്തി ഒന്നുകൂടി പിടിച്ചു നോക്കി. സാധനങ്ങളൊന്നും തട്ടിയിടാതെ മെല്ലെ വേച്ചു വെച്ച് നടന്ന് അവള് കിടക്കുന്ന റൂമിലേക്ക് കയറാൻ നോക്കി. മീര അച്ഛനും അമ്മയും പോയതും മനസ്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നറിയിച്ചതുപോലെ തണുത്ത കാറ്റ് വീശിയിട്ടും വിയർപ്പ് കണങ്ങൾ കഴുത്തിലും മുഖത്തുമൊക്കെ പറ്റിപ്പിടിച്ചു കിടന്നു. പെട്ടെന്ന് വിയർപ്പെല്ലാം ഒപ്പിയെടുത്ത് തന്റെ വയറിലേക്ക് ഒന്ന് നോക്കി. ഒന്ന് തഴുകിയിട്ട് അവൾ വേഗം റൂമിൽ ചെന്ന് കിടന്നു. ഏട്ടനെ വിളിക്കാമെന്ന് കരുതി ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ നോക്കിയതും പിറകിൽ ആരോ ഉണ്ടെന്ന ഉൾവിളിയിൽ പിറകിലേക്ക് നോക്കിയപ്പോ പെട്ടെന്നൊരു കാറ്റ് വീശിയെന്നല്ലാതെ അവിടെ ആരെയും കണ്ടില്ല. സമാധാനമെന്നും പറഞ്ഞ് മുന്നിലേക്ക് നോക്കിയപ്പോ പെട്ടെന്ന് മീര ആ എന്നും പറഞ്ഞ് വീഴാൻ പോയി. അപ്പോഴേക്കും ഏതോ ഉരുക്കൻ ശരീരം വന്ന് അവളെ താങ്ങി നിർത്തി. മുഖം നോക്കിയപ്പോ കറുത്ത മാസ്കും കോട്ടും ഗ്ലൗസും ഇട്ട ഒരു അപരിചിതൻ. മീര തന്റെ വയറ് പൊത്തിപ്പിടിച്ച് നിലത്തിരുന്ന് പിറകിലേക്ക് നിരങ്ങി. അവൾ നിരങ്ങുന്നതിനനുസരിച്ച് അയാളും കൂടുതൽ കൂടുതൽ അതിനടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. മീരയുടെ വയറിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി അയാൾ കത്തി അവളുടെ വയറിന് ലക്ഷ്യം വെച്ച് നീക്കി. അപ്പോഴേക്കും ഓവർ ടെൻഷൻ കാരണം അവളുടെ ബോധം പോയിരുന്നു. അവളെയും വലിച്ച് ബെഡിലേക്ക് കൊണ്ടിട്ട് അയാൾ വീണ്ടും അവളുടെ ഡ്രസ്സ് അല്പം പൊക്കിപ്പിടിച്ച് വയറിന്റെ സ്ഥാനം സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അയാൾ വീണ്ടും കത്തിയെടുത്ത് ആഞ്ഞുകുത്താൻ വായുവിലേക്ക് പൊങ്ങിയതും അയാളുടെ കൈ ഒരു കയറിൽ കുരുങ്ങി കയ്യിലുണ്ടായിരുന്ന കത്തി എങ്ങോട്ടോ തെറിച്ചുപോയി. അപ്പോഴേക്കും ബെൻ ഓടി ആ റൂമിലേക്ക് വന്നു. അയാൾ എങ്ങനെയെങ്കിലും തന്റെ കൈ കയറിൽ നിന്നും ഊരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ കൂടുതൽ ശക്തിയിൽ മുറുകിക്കൊണ്ടിരുന്നു. ബെൻ പെട്ടെന്ന് അൽഫിനെയും എഡ്വിനെയും സിഗ്നൽ വെച്ച് അറിയിച്ചു. പെട്ടെന്ന് കൊലയാളിയുടെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് മാസ്ക് അടിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് അയാൾ അഴിയാതിരിക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചെങ്കിലും തന്റെ ഒരു കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് അയാൾക്കതിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും അൽഫിനും എഡ്വിനും അവിടെ എത്തിയിരുന്നു. അയാളുടെ മുഖം എല്ലാവരും കണ്ടു. അതിനുള്ളിലെ ആളെ കണ്ടതും എല്ലാവരും ആ പേര് ഒരുപോലെ ഉരുവിട്ടു. അനന്തൻ സർ. എല്ലാവരും കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് കണ്ടെന്ന രീതിയിൽ ഞെട്ടിനിന്നു. തന്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ കത്തി തിരികെയായിരുന്നു അനന്തൻ. താൻ കണ്ടെത്താൻ ശ്രമിച്ച സാധനം കൺമുന്നിൽ കിട്ടിയപ്പോൾ ആരെയും നോക്കാതെ ആ കത്തിയിലേക്ക് അയാൾ ചാടി വീണു. എന്നിട്ട് ജീവശവമായി കിടക്കുന്ന മീരയുടെ ബോഡിയിലേക്ക് വീണ്ടും കത്തിയടുപ്പിച്ച് വിറകൈകളാലെ അവളെ ഒന്നുകൂടി അടുപ്പിച്ചു. താൻ ചെയ്ത എല്ലാ പ്ലാനുകളും ചീട്ടുകൊട്ടാരം കണക്കെ തരിപ്പടമായതിന്റെ എല്ലാ അവലാതിയും അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എങ്കിലും ഇനിയും മാധുവിന്റെ അരികിലേക്ക് എല്ലാവരെയും കൊന്നതിനു ശേഷം പോകണം എന്ന ആശ നീട്ടിക്കൊണ്ടു പോവാനോ ഉപേക്ഷിക്കാനോ അയാൾ തയ്യാറല്ലായിരുന്നു. ഇനി നിങ്ങളിൽ ഒരാൾ മുന്നിലേക്ക് കാലെടുത്ത് വെച്ചാ അപ്പുത്തിരുന്നത് 2 ജന്മങ്ങളായിരിക്കും എന്ന അട്ടഹാസ രൂപേണ അയാൾ എല്ലാവർക്കും താക്കീത് കൊടുത്തു. അപ്പോഴേക്കും അയാൾ മീരയെ മുന്നിൽ നിർത്തി മെല്ലെ മെല്ലെ അയാളുടെ കാലുകൾ ബാക്കിലേക്ക് ചലിപ്പിക്കാൻ തുടങ്ങി. അയാൾ ബാക്കിലേക്ക് പോകുന്നതിനനുസരിച്ച് മീരയും അയാളുടെ കൈകൾക്കുള്ളിലൂടെ പിറകിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോഴും അയാളുടെ വിറയാർന്ന കൈകൾക്കുള്ളിൽ നിന്ന് മീരയുടെ കഴുത്തിലേക്ക് വെച്ച കത്തി അവിടെ ഭദ്രമായിരുന്നു. അൽഫിനും എഡ്വിനും ഇനി എന്തും നടക്കാമെന്ന രീതിയിൽ പരസ്പരം നോക്കിയിട്ട് പിന്നെ ബെന്നിനെ നോക്കി. ബെന്നിന്റെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു. എങ്കിലും ചെറിയ പേടിയുടെ നിഴൽ ബെൻ സമർത്ഥമായ ശാന്തത കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ബെന്നിന്റെ മുഖത്തു നിന്നും കണ്ണെടുത്തതും പിന്നീട് കേൾക്കുന്നത് ഒരു ഘോരമായ ശബ്ദമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നോക്കിയപ്പോൾ അനന്തനെ കാണാനില്ല. ഒരു സൈഡിലേക്ക് മീരയും മറ്റൊരു സൈഡിലേക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും തെറിച്ചു കിടക്കുന്നു. അപ്പോൾ ബെന്നിന്റെ മുഖത്ത് ശാന്തവും അതിലുപരി സന്തോഷവും കാണപ്പെട്ടിരുന്നു. സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ എന്തൊക്കെയോ ഞെരുക്കങ്ങൾ കേട്ടു. ഒരു വലിയ ആഴത്തിലുള്ള കുഴി സ്റ്റെപ്പിന്റെ തൊട്ടു മുന്നിലായി കുഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തിനു വേണ്ടി അനന്തൻ ഭ്രാന്തമായി കൊണ്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയിട്ടും അയാൾ വീണ്ടും വീണ്ടും ആ കുഴികളിലേക്ക് തന്നെ വീണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും കുറെ പോലീസുകാർ അവിടെ എത്തി. അയാൾ അറസ്റ്റ് ചെയ്ത് ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ബെന്നിന് ഉറപ്പായിരുന്നു എങ്ങാനും അയാൾക്ക് ഒരവസരം കിട്ടിയ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അയാളെ പ്രത്യേകമായൊരു സെല്ലിലായിരുന്നു അടച്ചിരുന്നത്. അതിന് കാവൽക്കാരായിക്കൊണ്ട് ബെന്നും അൽഫിനും എഡ്വിനും നിൽക്കാമെന്ന് അവരോട് പറയുകയും ചെയ്തു. എന്നാൽ അയാളുടെ മുഖം കാണാനായി നിൽക്കുന്ന മീഡിയാസിനോടൊന്നും കൊലയാളി ആരാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് രാത്രി എല്ലാവരും അനന്തനാണ് ഇതിനു പിന്നിൽ എന്നറിഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു. അനന്തനെ ഒരു കസേരയിൽ കൈയും കാലും കൂട്ടിക്കെട്ടിയ രീതിയിലാക്കിയിരുന്നു. ആരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. ആരും ഉറങ്ങിയതുമില്ല. അന്ന് നിദ്ര അവരുടെ 4 പേരുടെയും അടുത്തേക്ക് എത്തി നോക്കിയത് പോലുമില്ല. പിറ്റേന്ന് രാവിലെ ബെന്നും അൽഫിനും എഡ്വിനും കൂടി
മറ്റുള്ള പോലീസുകാരെ അവിടെ കാവൽ നിർത്തി അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. കുളിച്ച് ഫ്രഷായി എല്ലാവരുടെയും പരിപാടികൾ കഴിഞ്ഞ് വീണ്ടും അനന്തന്റെ സെല്ലിലേക്ക് തന്നെ പോയി. അപ്പോഴും അവർ മൂവരും ഒന്നും സംസാരിച്ചില്ല. എന്തിന് പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എല്ലാം ഒരു യാന്ത്രികമായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. ഈ കേസ് തെളിയേണ്ടതില്ലായിരുന്നു എന്നുവരെ അവർ ചിന്തിച്ചുപോയി. സെല്ലിലെത്തിയപ്പോൾ അനന്തൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അവർ മൂന്നാളും സെല്ലിന്റെ ഒരു ഭാഗത്ത് കസേരയിട്ട് അവിടെയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അനന്തൻ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ തനിക്കെതിരായി തന്നെയും നോക്കി നിൽക്കുന്ന 3 മുഖങ്ങളെയാണ് കാണുന്നത്. കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി അനന്തൻ 3 പേരെയും നേരിട്ടു. അതുകണ്ട ബെൻ സ്വയം നിയന്ത്രിക്കാനാവാതെ അയാളോട് ഒച്ചുയർത്തി സംസാരിച്ചു. നിനക്ക് ഞങ്ങൾ ഇത്രയും നേരം സമയം തന്നത് എന്തിനാണെന്നറിയോ അനന്തൻ? നീ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനായിരുന്നു. പക്ഷെ ആ നീ ഞങ്ങൾ ഇത്രയും കാലം കബളിപ്പിച്ചായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ബന്ധങ്ങളുടെയൊക്കെ വില തന്നെ ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥയായിട്ടാ എനിക്ക് തോന്നുന്നേ. സ്വന്തത്തോട് തന്നെ പുച്ഛം തോന്നുന്നു. എന്നിട്ടും നിന്റെ കണ്ണിലൊരു കുറ്റബോധം പോലും. കുറ്റബോധം ഇല്ലടോ. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇനി ഈ മനസ്സിനെ വേട്ടയാടില്ല. ദയ, കാരുണ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്റെ മാധവിന്റെ കൂടെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ മാത്രം. അന്ന് എന്നെ കണ്ടവർ ഇന്ന് ഞാനാണ് ഈ കൊലകൾക്ക് പിന്നിൽ എന്നറിഞ്ഞ സത്യത്തിലും അവർ ആരും വിശ്വസിക്കില്ല. എന്റെ ജീവൻ നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ചു കിട്ടിയത് തന്നെ ഇവരൊക്കെ തീർക്കാൻ വേണ്ടിയാ. എന്റെ ജീവിതം നിങ്ങൾ അറിഞ്ഞ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ച് നിങ്ങളുടെ കൂടെ തന്നെ നടന്നതൊക്കെ വെറും നാടകം മാത്രമായിരുന്നു എന്ന് നിങ്ങൾ പറയും. അതെ, ഞാൻ എന്റെ മാധവിന് വേണ്ടി ഇത്രയും കാലം അഭിനയിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കണം, നിങ്ങളുടെ ശരിക്കും ഉണ്ടായിരുന്ന ജീവിതം എന്തായിരുന്നു എന്ന്. അതെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. പറയാം. പക്ഷെ ബെൻ, നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഈ കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞ ആ നിമിഷം നീ എന്നെ തീർത്തു കളയണം. നിന്റെ തോക്കുകൊണ്ട് എന്റെ ജീവൻ നീ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പു തന്നാൽ മാത്രം എനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ക്രൂരനെന്നോ നീചനെന്നോ എന്തു വേണേലും വിളിച്ചോ. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സ് കല്ല് മാത്രമാണ്. വെറും കല്ലല്ല, പാറക്കല്ല്. എനിക്കിനിയെങ്കിലും എൻ്റെ മാധവിൻ്റെ സ്വന്തം മനുവേട്ടനായി ജീവിക്കണം. പ്ലീസ്. ആൽഫിനപ്പോൾ വലിയ ഏതോ ചിന്തയിൽ മുഴുകിയിരുന്നു. താൻ ആലോചിക്കുന്നതൊന്നും ഇനി അനന്തനോട് ചോദിക്കാതെ ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അവൻ പെട്ടെന്ന് അനന്തനോട് ചോദിച്ചു, ഈ മാധു എന്ന് പറയുന്നത് നിങ്ങളുടെ കാമുകിയാണോ? അപ്പോൾ നിങ്ങൾ പറയാറുള്ള ഷീല ചേച്ചി ആരാണ്? അവർക്ക് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? അവന്റെ ചോദ്യം കേട്ടപ്പോൾ ബെന്നും എഡ്വിനും അത് ശരിവെച്ചു. അനന്തൻ കുറച്ചുനേരം എന്തോ ആലോചിച്ചുകൊണ്ട് പിന്നീട് അവരോട് തന്റെ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ മാധുരി നായരിനെ കാണുന്നത്. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ കാമുകൻ എന്നൊരു റിലേഷനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു ജോബൊക്കെ കിട്ടി സെറ്റിലായപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചു. വീട്ടുകാരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ അവളെ വിവാഹം ചെയ്തു. എങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് 5 വർഷമായിട്ടും മക്കളുണ്ടായില്ല എന്നതായിരുന്നു. കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചെങ്കിലും ആർക്കാണ് പ്രശ്നമെന്ന് മാത്രം മനസ്സിലായില്ല. അവസാനം എന്നോണം 5 വർഷം കഴിഞ്ഞപ്പോൾ മാധു പ്രഗ്നന്റ് ആയി. അന്നെൻ്റെ വീട്ടിലെയും അവളുടെ വീട്ടിലെയും ആളുകൾ സന്തോഷിച്ചതിന് കയ്യും കണക്കില്ലായിരുന്നു. അവളെ ആരും നിലത്ത് വെക്കാൻ കൂടി സമ്മതിച്ചില്ല. എൻ്റെ പേരൻസിനും അവളുടെ പേരൻസിനും ഒരു മകളും ഒരു മകനുമായി ഞങ്ങളായിരുന്നു ഉള്ളത്. അങ്ങനെ പിന്നെ മൊത്തം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു. ഛർദി ക്ഷീണവുമൊക്കെയായി 9 മാസം അങ്ങനെ കടന്നുപോയി. ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവൾക്ക് പെയിൻ വന്നപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പെയിൻ വന്നെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവളുടെ സമയമായിട്ടില്ല എന്നും 2 ദിവസം അവളെ നിരീക്ഷിക്കാൻ വിടണമെന്നും എന്നിട്ടും ഡെലിവറിക്ക് സമയമായില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എല്ലാവരെയും കൂടി ഹോസ്പിറ്റലിൽ നിർത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. അന്ന് രാത്രിയിൽ അവൾക്ക് പുളിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുറഞ്ഞ് പറഞ്ഞു നോക്കി, വേണ്ട, ഈ സമയത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നണ്ട എന്ന്. പക്ഷേ അവൾക്ക് ഒരേ ഒരു നിർബന്ധം. അവളുടെ വാശി കാരണം അന്ന് ഞാൻ അവളെ തനിച്ചാക്കി പുറത്ത് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോയി. അന്ന് എനിക്കറിയില്ലായിരുന്നു തിരിച്ചു വരുമ്പോൾ എനിക്കായി കാത്തിരിക്കുന്നത് മറ്റൊരു വിധിയായിരുന്നു എന്ന്. അതും പറഞ്ഞ് അയാൾ ആർത്തലച്ച് കരയുകയായിരുന്നു. ഇത്രയും ദിവസം 3 നാളും ആനന്ദിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടും ഇങ്ങനെയൊരു സങ്കടം അയാൾക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഒരിക്കലും പറ്റാത്ത ഒരു തീജ്വാലയും കൊണ്ടാണ് നടന്നിരുന്നതെന്ന് പോലും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അയാൾ തന്റെ കരച്ചിലുകളെ പിടിച്ചു നിർത്തിയിട്ട് ചുവന്നു ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് അവരെ ഉറ്റുനോക്കി. തന്റെ ലക്ഷ്യത്തെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ കാരണക്കാരോടുള്ള പകയായിരുന്നു അത്. പിന്നീടെന്തോ ഒരു സമാധാനം കിട്ടിയതുപോലെ ശാന്തനായിക്കൊണ്ട് അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. മിനിറ്റുകൾ കൊണ്ടുള്ള ആനന്ദിന്റെ മുഖഭാവങ്ങളുടെ മാറ്റങ്ങൾ
തെല്ലൊന്ന് മൂവരെയും ഭയപ്പെടുത്താതിരുന്നില്ല. എങ്കിലും ധൈര്യം സംഭരിച്ച് അയാളുടെ കഥയ്ക്ക് വേണ്ടി ചെവി കുറിപ്പിച്ചു. വീണ്ടും അനന്തൻ തന്റെ ആ പഴയ ഓർമ്മകളിലേക്ക് ആണ്ടുപോയി. അന്ന് പുളിമിഠായി അവിടെയൊന്നും സ്റ്റോക്കില്ലാത്തത് കാരണം കുറച്ചു ദൂരെ പോയി വാങ്ങേണ്ടി വന്നു. അതിനിടയ്ക്ക് തന്റെ ഒരു ഫ്രണ്ടിന്റെ കോൾ കാരണം വീണ്ടും കുറച്ചുകൂടി വൈകിയിരുന്നു. ഏകദേശം 1 മണിക്കൂർ എടുത്തു ഞാൻ എത്താൻ. പിന്നീട് ഞാൻ കയറി ചെന്നപ്പോൾ കാണുന്നത് ICUവിനടുത്ത് ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും വലിയ വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. പെട്ടെന്നൊരു കാളൽ വയറിലൂടെ പോയെങ്കിലും ഞാൻ പോകുന്നത് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന ചിന്ത എന്നെ ആശ്വാസപ്പെടുത്തി. ആ ആശ്വാസം മൊത്തം പോയിരുന്നു. ICUവിൽ നിന്നൊരു നഴ്സ് എൻ്റെ അടുത്ത് വന്ന് മാധുരിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. ഡോക്ടർ വിളിക്കുന്നു, ക്യാബിനിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞു. ഒരു നിമിഷം സ്റ്റക്കായി ഞാൻ വീണ്ടും സ്വബോധത്തിലേക്ക് വന്നു. ഡോക്ടറുടെ അടുക്കലേക്ക് നീങ്ങി. വെക്കുന്ന ഓരോ കാലടിയും ഭൂമിയിലേക്ക് താണു പോകുന്നു എന്നൊരു തോന്നൽ. ചങ്കിൽ ആരോ പിടിച്ചു മുറുക്കുന്നത് പോലെ തോന്നി. എൻ്റെ മാധുവിന് ഒന്നും പറ്റില്ലെന്ന പ്രാർത്ഥനയോടെ ഡോക്ടറുടെ അടുക്കലെത്തി. പെട്ടെന്ന് പെയിൻ അധികമായപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയി. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് അവസാനമായി കാണണമെങ്കിൽ പോയി കണ്ടോളൂ എന്നും പറഞ്ഞ് അയാൾ എന്നെ ICUവിന് മുന്നിലാക്കി തന്നു. എല്ലുകളെല്ലാം നുറുങ്ങി പൊട്ടുന്നത് പോലെ ശരീരം മൊത്തം വല്ലാതെ വേദന അനുഭവപ്പെട്ടു. തൻ്റെ പാതിയെ ജീവശവമായി എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും അവസാനമായി അവളെ കാണണമെന്ന് തീരുമാനിച്ച് അവളെ കാണാൻ വേണ്ടി കയറി. ഞാൻ കയറിയപ്പോൾ കണ്ണുമടച്ചു കിടക്കുന്ന എൻ്റെ പെണ്ണിനെയാണ് കണ്ടത്. അധിക നേരം അവളുടെ കിടപ്പ് കാണാൻ കഴിയാഞ്ഞിട്ട് അവളെ ഒന്ന് ചുംബിക്കാൻ ഞാൻ പോവാൻ നോക്കിയതും എൻ്റെ സാന്നിധ്യം അറിഞ്ഞെന്നപ്പോൾ അവൾ കണ്ണുകൾ അനക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ തന്നെ നിന്ന് മാധു എന്ന് വിളിച്ചതും മെല്ലെ അവളുടെ വീർത്തു കിടക്കുന്ന കണ്ണുകൾ തുറന്നു. എന്നിട്ട് അവ്യക്തമായി കൊണ്ട് എന്തൊക്കെയോ അക്ഷരങ്ങൾ പറയാൻ ശ്രമിച്ചു. അവൾക്ക് എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് തോന്നിയതും വേഗം കണ്ണുകളൊക്കെ തുടച്ച് ഒരു പേപ്പറും പെന്നും എടുത്ത് അവളുടെ അടുക്കൽ ചെന്നു. അവൾ തൻ്റെ വേദനകളെല്ലാം കടിച്ചു പിടിച്ച് ചെറിയ മക്കൾ എഴുതുന്ന പോലെ ഓരോ അക്ഷരങ്ങളും ആ പേപ്പറുകളിൽ എഴുതി പിടിപ്പിച്ചു. അത് തൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അവൾ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. ഒരുതരം മരവിപ്പായിരുന്നു ആ സമയത്ത്. എന്നാൽ പേപ്പറിൽ അവൾ എഴുതിയ വാക്കുകൾ വായിച്ചപ്പോൾ മരവിപ്പ് മാറി അത് തീജ്വാലയിൽ നിന്നും ഉതിർന്നു വന്ന് ചൂടായി മാറിയിരുന്നു. ഏട്ടാ, നമ്മുടെ കുഞ്ഞിനെ അവർ കൊന്നതാണ് ഏട്ടാ. അവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇവിടെയുള്ള പീഡിയാട്രീഷ്യൻ വിഭാഗത്തിലുള്ള 4 ഡോക്ടർമാർ കൂടി ഏട്ടൻ്റെ മാധുവിനെ ചീത്തയാക്കി. എനിക്ക് വേണ്ടി കൊല്ലണം നിങ്ങൾ. ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം അവരും അനുഭവിക്കണം. ഒരു കുഞ്ഞുണ്ടെന്ന് പോലും നോക്കാതെ എൻ്റെ മേലേക്ക് അവരുടെ കാമം തീർത്തു. ആ സമയത്ത് എന്തെങ്കിലും കാണിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചു. അവളുടെ മരണം സ്വാഭാവികമാണെന്ന് കാണിക്കാനുള്ള കാരണം പ്ലാസന്റെ ആയിരുന്നു. അതിന് ഡാമേജ് വന്നപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കുറച്ചൊക്കെ ഒച്ച വെച്ച് കരഞ്ഞു. അവളുടെ ബോഡിയുമായി പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലറിഞ്ഞപ്പോൾ നല്ല സങ്കടമായിരുന്നു എല്ലാവർക്കും. എൻ്റെ നിർബന്ധം കാരണം അവളുടെ ബോഡി ഞങ്ങളുടെ മുറ്റത്ത് തന്നെ കുഴിച്ചിട്ടു. കത്തിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ആ പേപ്പറിലുള്ള കാര്യങ്ങളൊന്നും ആരോടും ഞാൻ പറഞ്ഞില്ല. അവളുടെ ചോരയാലുള്ള ആ എഴുത്ത് എന്ത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. ഒരുപാട് കണക്കുകൂട്ടലുകൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഞാൻ എണീക്കാൻ വൈകിയിരുന്നു. അന്ന് അമ്മ വന്നാണ് എന്നെ വിളിച്ചത്. എൻ്റെ കയ്യിലെ പേപ്പർ അമ്മ കാണുകയും അതെടുത്ത് വായിച്ചു നോക്കി. എന്നിട്ട് എന്നോട് പറയാതെ അവർ നിയമം വഴി നീങ്ങാൻ തീരുമാനമെടുത്തു. മാധുവിൻ്റെ പേരൻസിനോടും പറഞ്ഞ് അമ്പലത്തിൽ പോവാനാണെന്നും പറഞ്ഞ് അവർ 4 ആളും കൂടി ഞാൻ അറിയാതെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നാൽ നേരെ പോയത് ആ 4 ജന്തുക്കളുടെയും മുറ്റ ഫ്രണ്ടായ പോലീസുകാരൻ്റെ അടുക്കലേക്കാണ്. അയാൾ അത് അവരെ അറിയിക്കുകയും അവർ പോയ കാർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആക്സിഡന്റ് എന്ന പേരിൽ എൻ്റെ പാരൻസിനെയും അവളുടെ പാരൻസിനെയും കൊന്നു. എന്തോ ഭാഗ്യത്തിന് അതിലുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടു. അയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ശാരീരികമായും മാനസികമായും ഞാൻ തളർന്നിരുന്നു. അപ്പോഴും എനിക്ക് കൂട്ട് മാധുവിൻ്റെ കലറയും അവളുടെ അവസാന അക്ഷരങ്ങളുമായിരുന്നു. എങ്കിലും എൻ്റെയും അവളുടെയും പേരൻസിന് വേണ്ടിയും മാധുവിന് വേണ്ടിയും തോറ്റുകൂടാ എന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഞാൻ അറിഞ്ഞു ഞാനല്ലാതെയായി മാറിക്കൊണ്ടിരുന്നു എന്ന്. എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ ചൂട് പോലും പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. 2 ലക്ഷ്യങ്ങളായിരുന്നു പിന്നീട് എന്നെയും എൻ്റെ ജീവിതത്തെയും നയിച്ചിരുന്നത്. ഒന്ന്, എൻ്റെ മാധവിനെയും കുഞ്ഞിനെയും കൊന്നുകളഞ്ഞവർക്ക് അവൾ അനുഭവിച്ച അതേ വേദനയോട് കൂടിയുള്ള മരണം. 2, എൻ്റെ കുഞ്ഞിനെ കൊന്നതുപോലെ അവരുടെ മക്കളുടെ രക്തത്തെയും കൊല്ലുക. അവരെ 4 ആളെയും കൊല്ലുന്നത് ശരിയാ, അതവർക്ക് കിട്ടേണ്ടത് തന്നെ. പക്ഷെ അവരുടെ മക്കളുടെ രക്തത്തെ കൊല്ലാൻ തീരുമാനിച്ചത് തെറ്റല്ലേ?
എഡ്വിൻ ചോദിച്ചു. അല്ല, എന്റെ കണ്ണിൽ ആ കുഞ്ഞുങ്ങൾ ചെയ്ത ഒരു കുറ്റം അവരുടെ ചോരയായി ഭൂമിയിലേക്ക് വീഴാൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ എല്ലാവരും വലിയ ശരിയും തെറ്റും പറയുന്നതല്ലേ? ആരെങ്കിലും ആലോചിച്ചോ? ഞാനോ മാധുവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിറക്കാൻ പോയ കുഞ്ഞോ അവരോട് എന്തെങ്കിലും കാണിച്ചോ? ഇല്ലല്ലോ. ആനന്ദൻ ശബ്ദമുയർത്തി പറഞ്ഞതും അയാളുടെ കൈകൾക്കുള്ളിലെ രക്തത്തിന്റെ ഓട്ടം വേഗതയിലേക്ക് മാറി. കണ്ണിലെ ചുവപ്പ് ഞരമ്പുകൾ എടുത്തു കാണിച്ചു. തന്റെ ശരികളെ തെറ്റാക്കി മാറ്റാൻ നോക്കിയ പോലീസുകാരെ അവൻ അവന്റെ കണ്ണുകൊണ്ട് തന്നെ നേരിട്ടു. വീണ്ടും അനന്തിന്റെ ഭാവങ്ങളുടെ മാറ്റം കണ്ട് അവർ മൂവരും ഭയന്നിരുന്നു. ബെൻ തന്റെ എല്ലാ ശക്തിയും എടുത്ത് അവനോട് ബാക്കി പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ മുഖം ശാന്തമായി. വീണ്ടും അനന്തൻ തന്റെ പഴയകാല ഓർമ്മകളിലേക്ക് ഊളിയിട്ട് കൊണ്ടുപോയി. അതെ, അവസാനം ഒരു ആക്സിഡന്റ് വഴി ഞാൻ എല്ലാവരെയും കൊന്നു. ഓരോരുത്തരുടെ സമയമാവുമ്പോഴേക്കും സാനിറ്റ്സോൾ എന്ന മാരകവിഷം ഞാൻ തയ്യാറാക്കി വെക്കും. എന്നാൽ അത് ഒരാളുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ പ്രസൻസ് ബോഡിയിൽ കാണാൻ കഴിയില്ല. എന്നാൽ ആ വലിയ വിഷത്തിന്റെ എല്ലാ സൈഡ് എഫക്റ്റും അയാളുടെ ബോഡിയിൽ ഉണ്ടാവും. സാനിറ്റ്സോളുള്ള ഒരു ബോഡിയിലാണ് വലിയ മുറിവുകൾ വീണ്ടും വരുന്നതെങ്കിൽ അതൊരിക്കലും ഉണങ്ങിക്കിട്ടില്ല. പിന്നെ ആ മുറിവിനേക്കാളും ഉള്ളതിൽ കൂടുതലുമുള്ള പെയിൻ വളരെയധികം ആയിരിക്കും. ഒരു മെഡിസിനും അയാളുടെ ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യില്ല. 4 ആളുടെ അവസ്ഥ ചെറിയ ആക്സിഡന്റ് ആണെങ്കിലും എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു എന്നുള്ളതായിരുന്നു. അവർ എന്തിന്റെ അധികാരത്തിലാണോ എന്റെ മാധുവിന്റെ മേൽ കാമം തീർത്തതും ഒരു കുറ്റബോധവുമില്ലാതെ പ്ലാസിന്റെ കട്ട് ചെയ്ത് എന്റെ കുഞ്ഞിനെയും കൊന്നത്, അങ്ങനെയുള്ള അധികാരികൾ തന്നെ അവരുടെ 4 ആളുടെയും മരണം എടുത്തു. 4 ആളും 3 ദിവസം മരണവേദന അനുഭവിച്ചിട്ടാണ് മരിച്ചത്. ഇതിന്റെ പേരിൽ കേസൊക്കെ ആയിരുന്നു. ബട്ട് എന്നെ എന്തോ പിടിച്ചില്ല. അന്ന് നിങ്ങളെപ്പോലെ ചുണിയുള്ള പോലീസുകാർ ഇല്ലാത്തതുകൊണ്ടാവാം. പകുതി ആശ്വാസം കിട്ടി നിൽക്കുമ്പോഴാണ് ഷീലേനെ കാണാൻ വരുന്നത്. അവൾ അച്ഛൻ്റെ അനിയന്റെ മകളാണ്. അവളുടെ അച്ഛനും അമ്മയും ബിസിനസ്സുകാരായിരുന്നു. ബിസിനസ്സിലെ അവരുടെ ശത്രുക്കൾ അച്ഛനെയും അമ്മയും കൊന്നു. അവൾ അത് കണ്ട് ജീവനും കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുക്കിലേക്ക് വന്നു. അച്ഛനായിരുന്നു പിന്നീട് അവളെ പഠിപ്പിച്ചതും ജോലി ശരിയാക്കി കൊടുത്തതും. അന്ന് അവൾ എൻ്റെ അടുക്കിലേക്ക് വന്നത് അവളെ ആ ശത്രുക്കൾ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞാണ്. അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾ ഒരു പ്രണയത്തിൽപ്പെട്ടിരുന്നു. ആദ്യത്തെ അവരുടെ ലക്ഷ്യം അവൾ സ്നേഹിക്കുന്നവനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. അവർ അതിൽ വിജയിച്ചു. അപ്പോഴേക്കും അവൾ ആകെ തളർന്നിരുന്നു. പിന്നീടുള്ള വഴി അച്ഛൻ്റെ അടുക്കൽ വരിക എന്നതായിരുന്നു. അങ്ങനെയാണ് ജീവനും കൊണ്ട് അവൾ ഇവിടെ എത്തിയത്. എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ അവളെ ഒഴിവാക്കാൻ തോന്നിയില്ല. പിന്നീട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അവൾക്കും കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി. നിങ്ങൾക്ക് ആരെ കൊല്ലണമെങ്കിലും എൻ്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് അവൾ എനിക്ക് വാക്ക് തന്നു. എൻ്റെ ലക്ഷ്യം കച്ചവടത്തിൽ നിന്ന് മാറിയപ്പോൾ അത് മുഴുവനായും തകർന്നിരുന്നു. പിന്നീട് എൻ്റെ ആഗ്രഹമൊത്ത് ഞാൻ കോൺസ്റ്റബിൾ ആവാൻ വേണ്ടി പഠിച്ചു. എൻ്റെ ബോഡിയും വെയിറ്റും ഒക്കെ ഞാൻ അതിനായി പാകപ്പെടുത്തി. അങ്ങനെ എൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഞാൻ മാനന്തവാടിയിലെ കോൺസ്റ്റബിളായി. പക്ഷേ അന്ന് എന്നെ വേറൊരു പ്രശ്നമാണ് അലട്ടിയത്. ഞാൻ 4 ആളെയും കൊന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമായി എന്നിലേക്ക് വന്നു. അതുകൊണ്ട് തികച്ചും കെട്ടടങ്ങിയ ആ കേസ് വീണ്ടും കുത്തിപ്പൊന്തിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് പോലീസുകാർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതിലെ ബന്ധുക്കൾ തന്നെ ഈ കേസിനെ വീണ്ടും ഉണർത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണെന്നായിരുന്നു. അതുകൊണ്ട് അതിന് പിന്നിലുള്ള എല്ലാ ആളുകളെയും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതും ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നി. ആളുകളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഞാൻ നല്ലൊരു പോലീസുകാരനായേ മതിയാകൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇത്രയും വർഷം എനിക്ക് കിട്ടിയ ഓരോ കേസുകളും ഞാൻ സമർത്ഥമായി പൂർത്തീകരിച്ചു. കിട്ടുന്നതെല്ലാം പെർഫെക്റ്റ് എന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ സമ്മാനമായിരുന്നു കോൺസ്റ്റബിൾ ടു ഹെഡ് കോൺസ്റ്റബിൾ എന്ന ഉയർച്ച. പിന്നീട് എനിക്കുണ്ടായ പ്രശ്നം കല്യാണമായിരുന്നു. കാണുന്നവരൊക്കെ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും ഞാൻ അതിൽ നിന്നും സമർത്ഥമായി ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. മാധുവിൻ്റെ കാര്യം ഞാൻ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചെങ്കിലും ഷീലയും ഞാനുമായുള്ള ബന്ധം ജനങ്ങൾ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങി. എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് തോന്നിയപ്പോൾ എൻ്റെ അനിയത്തിയെ എനിക്ക് ആളുകളുടെ മുമ്പിൽ ഭാര്യയായി പറയേണ്ടി വന്നു. അന്ന് അവൾ അതും പറഞ്ഞ് ഒരുപാട് നിലവിളിച്ചു. അവൾക്ക് എൻ്റെ ഭാര്യയാവാൻ കഴിയില്ലെന്നും അവളുടെ മനസ്സ് ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞു എന്നും പറഞ്ഞു. ഭാര്യ ഭർത്താവ് എന്ന റിലേഷൻ നമുക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അവൾക്ക് ഞാൻ വാക്കു കൊടുത്തു. അപ്പോഴാണ് അവൾ ഒരുവിധം സമ്മതിച്ചത്. പിന്നെ എനിക്ക് ഇങ്ങനെയൊരു കല്യാണം കഴിക്കാൻ പറ്റിയ അതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റും ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് പിറ്റേന്ന് തന്നെ അധികം ആളുകളൊന്നും ഇല്ലാതെ അടുത്തുള്ള വീട്ടുകാരെ മാത്രം വിളിച്ച് ഞങ്ങൾ കല്യാണം എന്ന വ്യാജേന എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പിന്നീട് അങ്ങോട്ട് വീണ്ടും എൻ്റെ ഉയർച്ചകൾ ഞാനറിയാതെ തന്നെ ഉയരാൻ തുടങ്ങി. മർഡർ കേസും അല്ലാത്തതുമായി അനന്തൻ തെളിയിച്ചത് ഒരുപാട് കേസുകൾ. ഓരോ കേസ് തെളിയിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ എനിക്ക് നടത്താനുള്ള കൊലപാതകങ്ങളുടെ ആഴവും നീളവും ഞാൻ മനസ്സിലാക്കിയെടുത്തു.
താൻ സ്വയം തെളിയിക്കുന്ന കേസിലൂടെ സ്വന്തമായി ഞാനും എന്നെ ഒരു കൊലപാതകിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അനുഭവങ്ങളിലൂടെ ഞാനൊരു നല്ല കൊലപാതകിയായി മാറുകയായിരുന്നു സത്യത്തിൽ. ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജനങ്ങൾക്കിടയിൽ നല്ല ഇമേജ്. പിന്നെ എന്റെ കേസിലേക്കുള്ള ആഴത്തിലുള്ള നിരീക്ഷണ പാഠവങ്ങളും. 8-9 മാസം മുമ്പെയാണ് എല്ലാവരും 1 മാസം കൂടുതലോ 1 മാസം കുറവോ ആയിക്കൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ആദ്യത്തെ ആളുടെ മകളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലണമെന്ന് ആദ്യമേ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു. പിന്നീടുള്ള 8 മാസങ്ങൾ ഞാൻ വീണ്ടും എന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചു. അത്യാവശ്യം മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ രീതിയിൽ പെട്ടെന്നാവാൻ കഴിയില്ലെന്ന് 8 മാസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എങ്കിലും എനിക്ക് ജയിക്കണമെങ്കിൽ ഇത് നടത്തിയേ തീരൂ എന്ന വാശിയുടെ മനുഷ്യത്വത്തെ മറികടന്നിരുന്നു. അപ്പോ രാജൻ സാർ? അത് കേട്ടതും പെട്ടെന്ന് അയാളുടെ മുഖത്ത് ചിരി വന്നെങ്കിലും അല്പസമയത്തിന് ശേഷം അത് ദയയുടെയോ അല്ലെങ്കിൽ സഹതാപത്തിന്റെയോ നിഴലായി മാറി. എന്നിട്ട് ആ ഭാവം മുഖത്തിൽ നിന്ന് വിടാതെ അവൻ പറഞ്ഞു തുടങ്ങി. എന്റെ മനുഷ്യത്വത്തെ എന്റെ വാശി മറികടന്നെന്നുള്ളതിന്റെ ഒരു തെളിവാണ് രാജൻ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നത് മൊത്തം ശരിയായിരുന്നു. എന്റെ ഉയർച്ചകളിലൂടെയാണ് ഞാൻ രാജനുമായി അടുക്കുന്നത്. അവൻ ഈ ജോലി കൊണ്ട് എവിടെയും എത്തുന്നില്ല എന്നും മക്കളും ഭാര്യയും പ്രാരാബ്ദങ്ങളുമായി കഴിയുന്നവരാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അവനെ സഹതാപത്തോടെ നോക്കി. പക്ഷെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ഈ കൊലകളെല്ലാം ചെയ്യുന്നതിന് മുമ്പ്, എനിക്കൊരു കേസ് വന്നിരുന്നു. മർഡർ കേസായിരുന്നു. അതിൽ കൊലയാളി ഉപയോഗിച്ച ഏറ്റവും വലിയ ടൂൾ എന്നത് മറ്റൊരാളെ അയാൾ അറിയാതെ മുൻപിൽ നിർത്തിയിട്ട് അയാൾ കൊല ചെയ്തു എന്നതായിരുന്നു. ആ കേസ് മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കഷ്ടപ്പെട്ടാണ് കൊലയാളിയെ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഒരു വഴി ഞാൻ ഒരിക്കലും പബ്ലിഷ് ചെയ്യാതെ നിന്നു. അത് മൊത്തം അടിഞ്ഞുകൂടിയത് എന്റെ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കേസുകളിൽ നിന്നും തന്ത്രങ്ങൾ പഠിച്ചെടുത്ത് കൊലയാളിയാവാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ആദ്യത്തെ കൊല നടക്കുന്നതിന്റെ 3-ാം ദിവസം മുന്നെയാണ് എനിക്കിതിനായി കൂട്ടാൻ പറ്റിയത് രാജനെയാണെന്ന് തോന്നിയത്. പണത്തിന്റെ മുകളിൽ വീഴുന്ന ഒരു തരക്കാരനാണ് രാജനെന്ന് അവന്റെ പല കളികളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അതോടുകൂടി എന്റെ വഴികളെല്ലാം എനിക്ക് മുന്നിൽ ഒരു തടസ്സവുമില്ലാതെ തുറക്കപ്പെട്ടു. അവന് മുന്നിൽ ഞാനായി പോകാൻ കഴിയാത്തതുകൊണ്ട് കത്തുകൾ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ ആയിരുന്നു ബന്ധപ്പെടാറുള്ളത്. അവനും ഞാനുമായി സംസാരിക്കാൻ അവന്റെ കയ്യിൽ ഒരു ഫോണും 4 സിമ്മും കൊടുത്തു. കൊല നടക്കുന്നതിന് മുമ്പ് ഞാൻ അവനുമായി സംസാരിക്കും, എന്നിട്ട് രണ്ടാളും ആ സിം ഒഴിവാക്കും. അതായിരുന്നു ഞങ്ങൾ ചെയ്ത പ്ലാൻ. ആദ്യത്തെ കൊലയിൽ ഞാൻ മകളെയും അവളുടെ ചോരയെയും കൊന്നു. എന്നാൽ വീണ്ടും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും രാജന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോവും കേസെന്ന് പറഞ്ഞപ്പോ ആദ്യം വിചാരിച്ച പോലെ തന്നെ ചോരയെ കൊല്ലാമെന്ന് വീണ്ടും പ്ലാൻ ഞാൻ മാറ്റിക്കുറിച്ചു. അതിനായി ഞാൻ കണ്ടുപിടിച്ചത് മാനീറ്റർ എന്നൊരു ലിക്വിഡായിരുന്നു. അതിന്റെ പ്രത്യേകത, അത് ബോഡിയിൽ ചെന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ വേദനയോടെ അറിയുമെങ്കിലും അതുള്ളിൽ ചെന്നതിന് 1 മണിക്കൂർ മുമ്പുള്ള കാര്യങ്ങളും അതിനുശേഷം 5 മണിക്കൂറിൽ നടന്ന കാര്യങ്ങളും ഓർമ്മയിൽ കാണില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് മാനീറ്റർ ബോഡിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ നിമിഷം അവൾ അബോധാവസ്ഥയിലാകുമെന്നതാണ്. എന്നാൽ അന്ന് ഞാൻ അവളുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പോൾ അവൾ അബോധാവസ്ഥയിലായില്ല. മറിച്ച് അവളിനോട് എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്കിത് അവളുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. പിന്നീട് അവളെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് ബോധ്യമായപ്പോൾ എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ അവളുടെ ബോഡിയിൽ അത് എഫക്റ്റ് ആവാത്തതിന്റെ കാരണം കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ബോഡിയിൽ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് എഫക്റ്റീവ് ആവില്ല എന്നതാണ്. കാരണം അതിലുള്ള ഒരു ഹോർമോൺ ബോഡിയിൽ വന്ന ഈ മരുന്നുകളുമായി ബോഡിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അവൾക്ക് ഷുഗർ ഉണ്ടെന്നതും ഞാൻ പിന്നീട് അവളുടെ ചെക്കിംഗ് ഷീറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു. മറ്റു കേസുകളുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന വാർത്ത സത്യത്തിൽ എന്നിലൊരു ഞെട്ടലുളവാക്കിയിരുന്നു. എങ്കിലും മുന്നോട്ടെടുത്ത് വെച്ച കാൽ പിറകിലേക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടും എന്റെ മാധുവിന്റെ വാക്ക് എനിക്ക് പാലിക്കണമെന്ന നിർബന്ധം കൊണ്ടും മക്കളെയും അവരുടെ കുഞ്ഞിനെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ദാക്ഷിണ്യവുമല്ലാതെ ദാ ഈ കൈകൊണ്ട് ഞാൻ 3-ാമത്തെ കേസും ഭംഗിയായി നിർവഹിച്ചു. അതിനിടയിലാണ് രാജൻ എനിക്കെതിരായിക്കൊണ്ട് ഒരു കൈപ്പിശക്ക് കാണിച്ചത്. കൊല നടത്തുന്ന ദിവസം എന്തു വന്നാലും ആ ഭാഗത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ ഉപദേശത്തിന് ഒരു വിലയും കൊടുക്കാതെ ഞാൻ ആരാണെന്നറിയാൻ വേണ്ടി അവൻ ശ്രമം നടത്തി. അപ്പോഴേക്കും നിങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ അവനെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് തോന്നിയപ്പോൾ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഞാനായി അവനെ കൊല്ലാൻ പോയാൽ ശരിയാകില്ലെന്ന് തോന്നിയപ്പോൾ ആളെ വിട്ട് കൊല്ലിപ്പിച്ചു. അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ ഒരു തുള്ളി കുറ്റബോധം പോലും കാണാൻ സാധിച്ചില്ല. മറിച്ച് ഒരുപാട് കൊലകൾ കണ്ട് അറപ്പുമാറിയ മുഖഭാവമായിരുന്നു അപ്പോൾ അയാൾക്കുണ്ടായിരുന്നത്. കത്തി ജ്വലിക്കുന്ന തന്റെ ചിരിയെ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കത്തുന്ന കോപത്താലുള്ള അയാളുടെ കണ്ണുകൊണ്ട് അവരെ മൂവരെയും നോക്കി. അതെ,
പിന്നീട് അങ്ങോട്ടാണ് എന്റെ എല്ലാ തീരുമാനങ്ങളും തെറ്റിലേക്ക് വന്നു ചേർന്നത്. ഞാൻ നിങ്ങൾ എന്ത് ചിന്തിക്കില്ലെന്ന് കരുതിയോ അത് തന്നെ നിങ്ങൾ ചിന്തിച്ചു. എന്നിട്ട് പോയി എനിക്ക് മാധുവിന്റെ അടുത്തേക്ക് പോകണമെന്ന ആഗ്രഹം പോലും നിങ്ങൾ എനിക്ക് നടത്തി തരുന്നില്ല. ബെൻ, എന്നെ കൊല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളോട് വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒന്ന് കൊന്നുതാ. ഇത്രയും കൊലകൾ ചെയ്ത് എന്നെ ശിക്ഷിക്കാൻ പോലും ജയിലിന് അറപ്പാകും. വേണ്ട, ആർക്കും ഭാരമായി ഈ ഭൂമിയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് കിൽ മീ ബെൻ. അതൊരപേക്ഷയായിരുന്നില്ല, മറിച്ച് അതൊരലർച്ചയായിരുന്നു. ആ ജയിലിൽ നിന്നും പുറത്തേക്ക് അതിന്റെ പ്രതിധ്വനികൾ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബെൻ തന്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് അൽഫിനെയും എഡ്വിനെയും കെട്ടിപ്പിടിച്ച് ഇനിയൊരു കേസ് വരുന്നതുവരെ നമുക്ക് പിരിഞ്ഞേക്കാമെന്നും അതും പറഞ്ഞ് മൂവരും ചിരിച്ചുകൊണ്ട് ഓരോ വഴികളിലേക്കും അവർ ചേക്കേറി. അന്നത്തെ പത്രങ്ങളിലും ടിവികളിലും നിറഞ്ഞു കിടന്നിരുന്നത് സീരിയൽ കില്ലർ സ്വന്തം കഴുത്തറുത്ത് ജയിലിൽ മരിച്ച അവസ്ഥയിൽ എന്നും പറഞ്ഞായിരുന്നു. അപ്പോഴും ബെന്നിന്റെ ഓരോ വാക്കുകളും ടി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യനും കൊലയാളിയായിട്ടല്ല ജീവിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്നതിൽ വന്നു പോകുന്ന കൈപ്പിഴവുകളുടെയോ കാരണം കൊണ്ടാണ്. ഇനിയും ഇങ്ങനെയൊരു കൊല നടക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നാളേക്കായി ഞങ്ങൾ വിട ചോദിക്കുന്നു. ജയ് ഹിന്ദ്. അങ്ങനെ അടുത്ത കൊലയാളി എത്തുന്നതിനു മുമ്പുള്ള ഒരു ചെറിയ ഇടവേളയ്ക്കായി അവർ മൂവരും അവരുടെ വീടുകളിലേക്ക് പറന്നു. കാരണം നല്ല നാളെ എന്നത് മലയാളികൾക്കെന്നും വിദൂരത്താണല്ലോ. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.